मासूम बच्ची से बलात्कार और हत्या। लोगों को अगर हाथ में मिल जाए तो मार डालना चाहिए। क्या हुआ भाई? अरे 11 साल की बच्ची से बलात्कार किया और उसे मार डाला। तू न्यूज़ नहीं पढ़ा क्या? ऐसी छोटी बच्ची से ऐसी व्यापार करके इन्हें क्या मिला? हाँ? छे? सफरनामा 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 सफरनामा। ये बयान है मोहब्बत, ये चराग है मोहब्बत, ये बयान है मोहब्बत, ये चराग है मोहब्बत, ये जलाती है आसमाने, ये जगाती है जिंदगाने। सफरनामा 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 सफरनामा। गाँवों शहर की फिरकत नहीं, दागे दिलों की है बयान ये। ओ गाँवों शहर की फिरकत नहीं, दागे दिलों की है बयान ये। दिलों की ज़बान, दिलों की ज़बानी टूटे हुए, दिलों की कहानी माधानी निधवा। ये बयान है मोहब्बत, ये चराग है मोहब्बत, ये जलाती है आसमाने, ये जगाती है जिंदगाने। सफरनामा 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 सफरनामा। शामों शहर में चहचहाते, शहर की गलियों चलती रूखी। ओ शामों शहर में चहचहाते, शहर की गलियों चलती रूखी। रंजिश की रंजिश की रवानी
रंजिश की बयानी माधानी निदा बाबा ये बयाने मोहब्बत ये चरागे मोहब्बत ये जलाती है आसमाने ये जगाती है जिंदगाने सफरनामा 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 चाचा जी ये आपका प्यार के लिए मेरा അതെ ആരെയോ പ്രിയപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി മാത്രമേ കേരളത്തിൽ പോകുന്നല്ലേ പറഞ്ഞിരുന്നത് सिर्फ चाची के वास्ता पे वो लोग हमको शादी करके दिया। ചാച്ചാജിക്ക് എന്ത് തന്നാലും തീരാത്ത കടപ്പാടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ചാച്ചാജി അവരെ കാണാനായല്ലേ സ്വന്തം നാട്ടിലേക്ക് പോകുന്നത്. കാണുവാണെങ്കിൽ ഇത് അവർക്ക് കൊടുക്കണം, ഞങ്ങളുടെ വക. हम आपको रेलवे स्टेशन में छोड़ूंगा. നിങ്ങളിൽ എന്താ മടക്കം? മടക്കം പണ്ടത്തെ പൊരയിരുന്ന സ്ഥലവും പഠിച്ച മദ്രസയും ഒന്ന് കാണണം. 36 ഒറ്റക്കാണെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കോളൂ. ആ നല്ല ചേലായി. ഓരിപ്പോൾ കെട്ടിയോനും കുട്ടിയോളും കുട്ടികളും ഒക്കെ ആയിട്ട് കഴിയുന്നുണ്ടാവും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദൂരെ നിന്നൊന്ന് കാണണം, അത്ര തന്നെ. നാൽപ്പത് കൊല്ലം മുമ്പ് ഞാനിവിടെ വരുമ്പോൾ കുറേ തുണിമില്ലുകളും മലബാറികളുടെ കുറേ ചെറിയ ടീ ഷോപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ നാടെത്ര മാറി. എൻ്റെ നാടും മാറിയിട്ടുണ്ടാവും. चाचा जी आप केरला में किधर है? തിരുവനന്തപുരത്താ. കള്ളവണ്ടി കയറി വന്നതാ, ബി വണ്ടിക്ക്.
ഒരുത്തിനെ കാണുന്നില്ലല്ലോ ഇന്ന്. വരി ആട്ടോ വേണോ സാറേ? വേണോ? കേറണം. ചാല ഇപ്പൊ എത്രയാവും? അതൊക്കെ നിസ്സാര പൈസ അല്ലേ ഉള്ളു. സാറ് കേറണം. ആ കൂടുക്കൊക്കെ എടുക്കി കേറണമെന്ന്. ബാഗിൽ സാധനങ്ങളൊന്നും ഇല്ലേ? വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. അണ്ണ എവിടെ നിന്ന് വരുന്ന? മുംബൈ. ഓ, നമ്മളെ പഴയ ബോംബെ. കാലിലെ വെള്ളച്ചെരുപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഈ വെള്ളച്ചെരുപ്പുണ്ടല്ലേ, പണ്ട് ബോംബെ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഉള്ളതാണ്. നല്ല കണ്ടുപിടുത്തമാണല്ലോ. തന്നെ ചാലയ്ക്ക് ഈ വഴി. അപ്പൊ ഇത് ഷോർട്ട് കട്ട് അണ്ണ. നമ്മളെ സ്റ്റേഡിയത്തിന്റെ അപ്പുറത്തൊന്നും ഒരു മുടുക്കുന്നു, അതിന്റെ അപ്പുറത്തൂടെ ഒരു ഷോർട്ട് കട്ടിങ് ഉണ്ട്. അതാകുമ്പോ ചടാന്നകത്ത്. കൊറേ പേരുണ്ടല്ലോ സമരത്തിന്. അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് കുറെ പേര് ഇങ്ങനെ നിരാഹാരം കിടക്കും. കിടപ്പാടം പോയതും ലോൺ എടുത്തതും തൂങ്ങിച്ചതും ഒക്കെ കാണൂ ഇതിനകത്ത്. ഈ ഇടയ്ക്ക് അനിയന്റെ കൊലപാതകത്തിന്റെ പ്രതിയെ കണ്ടുപിടിക്കണം എന്ന് ഒരുത്തം വന്ന് നിരാഹാരം കിടക്കും. ആ പയ്യൻ പക്ഷെ പെട്ടെന്ന് ഫേമസ്. ആരാ ഫേസ്ബുക്കിൽ ആ ചെറുക്കന്റെ ഫോട്ടോ എടുത്ത് കിട്ടുകൊടുത്തു. പെട്ടെന്ന് അതൊക്കെ വൈറലായി. പിന്നെ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി ഐക്യദാർഢ്യം. എന്നിട്ട് പയ്യന് നീതി കിട്ടിയോ? അതെന്തൊരു ചോദ്യം. അത് കഴിയുമ്പോ വേറെ എന്തരാ പോസ്റ്റ് ഇട്ട്. പിന്നെ ജനങ്ങൾ മുഴുവൻ അതിന്റെ പുറകെ ആയി. ഇതൊക്കെ ഒരു രസമല്ലേ അണ്ണാ ഇവിടെ ഉള്ളവർക്ക്. പിന്നെ എന്തിനായാലും ശരി, മെഴുകിരി കച്ചവടം നന്നായിട്ട് നടക്കൂ. മെഴുകിരി ഇതുമായിട്ട് എന്താ ബന്ധം? ഇവിടെ ഇപ്പൊ എന്തിനുണ്ടായാലും പകല് മെഴുകിരി കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കും. ഇതല്ലേ ഇവിടുത്തെ ആഘോഷം, ഉത്സവം. ചാലയായില്ലേ? അണ്ണാ, ഇത് വടക്കേ ചാല. പക്ഷെ ശരിക്കുള്ള ചാല ഇതല്ല, അതിന് വേറെ ഉണ്ട്. ആ, ഇതാണ് ഒറിജിനൽ ചാല. ഇറങ്ങി എത്രയായി? 150 രൂപ. ചാല ഇപ്പൊ തിരുവനന്തപുരത്ത് 3 ഉണ്ടല്ലേ? അതെന്താ അണ്ണ അങ്ങനെ പറഞ്ഞത്? ആട്ടോയ്ക്കകത്തിരുന്ന് വട്ടം ചുറ്റിയപ്പോ 3 പ്രാവശ്യം ചാല കണ്ടു. അപ്പൊ അണ്ണന് തിരുവനന്തപുരം അറിയാല്ലേ? ജനിച്ചു 10-14 കൊല്ലം ഇവിടെ തന്നെയായിരുന്നു. ഇത് പിടി 300 രൂപ. 300? എനിക്ക് 100 രൂപ മതി അണ്ണാ. 100 രൂപ മതി. അതല്ല പിടി, സന്തോഷം കൊണ്ടാ. 3 സെക്രട്ടേറിയറ്റും ചാലയൊക്കെ കാണിച്ച നാളല്ലേ വച്ചോ. അതെനിക്കൊരു അബദ്ധം പറ്റിയാണെണ്ണ. കണ്ടേ, റെയിൽവേ സ്റ്റേഷനിൽ ഇതുവരെ 40 രൂപയുള്ളൂ. എനിക്ക് അത് മതി അണ്ണ. ഇത് അതിരിക്കട്ടെ, സന്തോഷമായിട്ട് തന്നതാ. ഓരോ ഓട്ടോക്കാരനും ഓരോ നാട്ടിലെ ഗൂഗിളാ. നാട്ടിലേക്ക് ആദ്യം വരുന്ന ഒരാള് വഴി ചോദിക്കുക ആട്ടോക്കാരന്റെ അടുത്താ. അവർക്ക് വിശ്വാസമുണ്ട് ഓട്ടോക്കാർക്ക് അറിയാൻ പറ്റുമെന്ന്. ഇത് പിടിക്കണ്ണ. ഈ സൗഹൃദ എന്താ വേണ്ടേ? ഈ സൗഹൃദ കോളനി ചാല തന്നെയാണോ? ആ, കുറെ മുമ്പാ. അങ്ങനെ ഒരു കോളനി ഇവിടെ ഇല്ലാട്ടാ. അറിഞ്ഞൂടാട്ടാ. എന്തിന് എന്താ വേണ്ടേ? എത്രയാ? അത് വില കൂടിയതാ, സൗദിന്നാ. സാരമില്ല, അതിലും വില പറഞ്ഞുണ്ട്. കണ്ണിലിടാൻ നല്ല തന്നെ വേണ്ടേ? എഴുതിയ മിഴികളെ. ആ കണ്ണിലല്ലേ മുഖപത്ത് കാണുക? എവിടുന്നാ ഇത് ഇങ്ങെടുത്തോളി. മുംബൈ മലയാളി. മുംബൈയിൽ എവിടെ? ഭീവണ്ടി, ഹോട്ടലുകാരുടെ പർദീസ. ഇവിടെ ചാലയിൽ സഹൃദ കോളനി അറിയൂ? അങ്ങനെ ഒരു കോളനി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. കോളനിക്കാരെ ഇവിടുന്ന് കുടിയൊഴിപ്പിച്ച് ഭീമാപള്ളിയില് സ്ഥലവും കൊടുത്ത് കോളനി ഉണ്ടായ സ്ഥലത്താണ് ആ ഷോപ്പിംഗ് മാള്. ബീരാനിക്ക കണ്ണിത്തിരി കാഴ്ചക്കുറവുണ്ട്. മൂപ്പര് ഇവിടുത്തെ ഒരു പഴയ ആളാ. പിന്നെ മൂപ്പർക്കൊരു മോനുണ്ട്, ഫുൾ ടൈം കഞ്ചാവാ. ചെക്കൻ മൂപ്പരെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയതാ. മൂപ്പരും പണ്ട് പിള്ളേർക്ക് കഞ്ചാവ് കൊടുത്തിരുന്നാ കേട്ടിരുന്നത്. ഒരു ബീഡിക്കുള്ളതുണ്ട്. വരട്ടെ ബീരാനിക്ക. അസ്സലാമു അലൈക്കും. ആരാ? സാറേ, ഞാൻ സാറിനെ തിരക്കി തന്നെ ഇവിടെ നിൽക്കുകയായിരുന്നു. വേറെ ഓട്ടോ ഒന്നും കിട്ടിയില്ലേ? ഇന്ന് മുഴുവൻ ഓർണന്റെ പൈസ നേരത്തെ തന്നല്ല, അതുകൊണ്ട് വേറെ ഓട്ടോ ഒന്നും ഇന്ന് പിടിക്കില്ല. ഇന്ന് മുഴുവൻ ഞാൻ സാറിന്റെ കൂടെ തന്നെ ഉണ്ടാവും. പറ്റിക്കാനൊന്നുമല്ല,
ഭീമാവള്ളി വരെ പോകാൻ എത്രയാവും? ഞാനിനിയിപ്പോ ഒന്നും പറയണില്ലേ, സാറ് തരണത് വായിക്കും. സാറ് കേറ്. അത് കേറണം. പറ്റൂല. കേറ് സാർ. പണിയെടുക്കുന്നവൻ കൂലി ചോദിച്ചു വാങ്ങും. കൂലി മുഴുവൻ നേരത്തെ തന്നില്ലേ, സാർ കേട്ട് കയറിയാണ്. പേരെന്താ? എന്റെ പേര് സുരേഷ്. സുരേഷ് എന്നെ സാറേന്ന് വിളിക്കുമ്പോൾ വേറെന്തോ പോലെ തോന്നും. തന്നെ എന്നാ പിന്നെ ഞാൻ ഇക്കാന്ന് വിളിക്കാം. എന്തേ ഇക്ക ഈ തിരുവനന്തപുരത്തുകാരനായിട്ട് വടക്കൻ ജില്ലയിലെ ഭാഷകളാണല്ലേ? 40 കൊല്ലം പണിയെടുത്തത് മലബാറുകാരുടെ കൂടെയാ. അതൊക്കെ രക്തത്തിൽ കലർന്നു. അത് ശരി. ഇവിടുന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ആ ഞാൻ പറഞ്ഞുതരാം. ആ ഇടത്തോട്ട് തിരിഞ്ഞ് 5 മിനിറ്റ് നടന്നാൽ മതി. അസ്സലാമലൈക്കും. അലൈക്കും അസ്സലാം. ഇനിയെങ്ങോട്ട് പോകണം? കോളനി ഇവിടെ അടുത്ത. ഞാനൊന്ന് നടന്നിട്ട് വരാം. അടുത്താ? ദൂരം കരയുണ്ട്, ഞാൻ കൊണ്ട് വിട്ടുതരാം. ഇക്ക കയറ്. നടക്കാടോ, പണ്ട് ഭീമാവള്ളിന്ന് ചാല വരെ കുറെ നടന്നിട്ടുള്ളതല്ലേ. നമസ്കാരം. കൊറേ ദൂരെ എന്നാ. ഈ കോളനി ചാലയിലായിരുന്നപ്പോ ഉണ്ടായിരുന്ന ഒരാളെ തിരഞ്ഞിറങ്ങിയതാ. എന്തൊരു പേര്? അലീമ. കോളേജിൽ പഠിക്കണതാ? ഏയ്, ഓരിക്കിപ്പോ 10-50 വയസ്സ് പ്രായം ഉണ്ടാവും. ആ പ്രായത്തിലുള്ള അലീമ ഈ കോളനിയിലുണ്ടെന്ന് തോന്നണില്ല. ചാലയിലായിരുന്നല്ലോ ഈ കോളനി. അന്വേഷിച്ചപ്പോ ഇങ്ങോട്ട് കുടിയേറിയെന്നിറങ്ങി. കുടിയേറിയതല്ല, ഒഴിപ്പിച്ചതാണ്. കൂടുതൽ സൗകര്യങ്ങൾ തരാന്ന് പറഞ്ഞു. ചാലയിലുള്ളവരുടെ ലിസ്റ്റ് കോളനിയിലെ ലൈബ്രറി കാണും. അതിലൊന്ന് തപ്പി നോക്കാം. അതെവിടെയാ? ചാലയിലുള്ളവരുടെ എല്ലാവരുടെയും പേര് ലിസ്റ്റിലുണ്ടാവും. പക്ഷെ അവരൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. ചാലയിൽ നിങ്ങോട്ട് മാറുന്ന സമയത്ത് വസൂരി വന്ന് കുറെ പേര് മരിച്ചായിരുന്നു. നിങ്ങൾ അന്വേഷിക്കുന്നവർ ചിലപ്പോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് കാണണം. മഴയാണ് പ്രണയം, പ്രണയത്തിൻ കനലാണ് മഴ. മഴയൊരു തേങ്ങല, മഴയാണ് പിഴ. വായിക്ക. കോളനിയിലെ പഴയ കവിയായിരുന്നു. മഴ ചാറി തുടങ്ങിയ ഫേസ്ബുക്കിൽ മഴയെക്കുറിച്ച് കവിത എഴുതും. പ്രണയത്തിൻ കനലാണ് മഴ, അതായിരുന്നു അവസാന കവിത. കവിക്ക് മഴ പ്രണയമായിരുന്നെങ്കിലും ചോർന്നൊലിക്കുന്ന പുരയുള്ള കവിയുടെ ഭാര്യയ്ക്ക് മഴയോട് വെറുപ്പായിരുന്നു. കവിത വായിച്ച ഭാര്യ ചിരവയെടുത്ത് തലക്കടിച്ചു. മഴ നാണി, രാഘവൻ, അഹമ്മദുണ്ണി, ആബിദ്, രാജേന്ദ്രൻ, മൊയ്നു, യൂസഫ് ഭാര്യ ഖദീജുമ്മ, മകൾ ഫാത്തിമത്തുൽ ഹലീമ. പക്ഷെ അവരാരും ഇവിടെ ഇല്ല. ഇവിടെ വരുന്നതിന് മുമ്പേ എങ്ങോട്ടോ പോയിരിക്കുന്നു. അത് കാരണം അഡ്രസ്സും ഇല്ല. നമുക്ക് പഴയ ആരോട് ഇനി ചോദിച്ചു നോക്കിയാലോ? എടാ വല്യപ്പ അവിടെ ഉണ്ടടാ. വീട്ടിൽ കാണും. ചാല കോളനിയിലെ പഴയ ഒരാളാ, മുഹമ്മദ് അലി. വല്യപ്പാക്ക് അറിയാൻ പറ്റും. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. മമ്മാലിപ്പാ, മനുവാ. എന്തൊരു മോനെ? ഈ ചാല കോളനിയിൽ പണ്ടുണ്ടായിരുന്ന ഒരു യൂസഫുക്കായും കുടുംബവും എങ്ങോട്ടാ പോയെന്നറിയോ? യൂസഫ് മകൾ അലീമ. എന്തിനു മോനെ? ഒരാൾ അന്വേഷിച്ചു വന്നിരിക്കുന്നു. ആര്? അയ്യോ, ചോദിക്കാൻ മറന്നു. എവിടെന്നാ? ബോംബെന്നൊരു ബന്ധു പറഞ്ഞു വിട്ടതാ. ചാലേന്ന് കോളനി ഒഴിയും മുമ്പ് അവർ വിട്ടുപോയി. ആലപ്പുഴ കൈനകരിക്ക് അടുത്തുള്ളൊരു കൂട്ടുകാരന്റെ വീട്ടിലേക്കാണ് അവർ പോയത്. കൈനകരിയിൽ ഒരു കയറ് കമ്പനി ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ടടുത്താണ് വീട്. ഞാനാണ് പെട്ടിയും സാധനങ്ങളും ഒക്കെ കൊണ്ടായി കൊടുത്തത്. പേരെന്താ കൂട്ടുകാരന്റെ? അച്യുതാനന്ദൻ. അവിടെ എല്ലാവർക്കും അറിയാം. തൊഴിലാളി സമരത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ആ സമയത്ത് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അല്ല, യൂസഫിന്റെ ബന്ധുവിന്റെ പേരെന്തരേ? ഷാഹുൽ ഹമീദ്. ബീവിന്റെ ആരോ ആണെന്ന് തോന്നണം.
എവിടെയോ കണ്ടു മറന്ന മുഖം. മലപ്പുറത്താ, പക്ഷെ കുറെ കാലമായിട്ട് ബോംബെയിൽ ഭീവണ്ടിയിലാ. യൂസഫ് ഖാനും കുടുംബത്തെ തെരഞ്ഞു വരാൻ കാരണം ഒമ്മാരെ കാര്യം മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടുവിട്ടുതരാന്ന്. നടന്നൂപ്പാടായല്ലേ? പറഞ്ഞാ കേക്കല്ലേ? ഞാൻ ആ കട വരെ പോയിരുന്നു. അമ്മുവിന്റെ മൊബൈലിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആയിട്ട് എന്നും പരാതി പരാതി പരാതി, സ്വൈരം തരൂല. ക്രാൻഡി ക്രാഷ് കളിച്ച് തീർത്തതാ അമ്മു. അമ്മു ആര്? മോളാ? മോളാ എന്റെ അമ്മ, അമ്മുക്കുട്ടി അമ്മ, 72 വയസ്സ്. ക്രാൻഡി ക്രാഷ് കളിക്കാനുള്ള പ്രായം അല്ലേ? ആ പിന്നെ ഈ ഭീമാപ്പള്ളിയിലെ കടകളെ കുറിച്ച് അറിഞ്ഞൂടെ? കണ്ടിട്ടുണ്ടാ? ഫോറിൻ സാധനങ്ങൾ ഗൾഫിൽ ഇറങ്ങണതിന് 2 ആഴ്ചക്ക് മുമ്പ് ഇവിടെ ഇറങ്ങും. അത് ഒറിജിനലിനേക്കാളും നല്ല ഒറിജിനൽ, അതിനേക്കാളും വിലയും കുറവ്. സാധനങ്ങൾ വല്ല വാങ്ങിക്കണ്ട, ഒന്നും വേണ്ടേ? ഇനി എങ്ങോട്ട്? ആലപ്പുഴ. ആട്ടയില്ല. ഇത് പ്രായം ചെന്ന കിഡ്നിയാണ്, ഇത് വിറ്റാ കിട്ടൂല നിന്റെ ഓട്ടോ കൂലി. ഇന്ന് ഏതായാലും യാത്രയില്ല, കത്തി വെക്കാത്തൊരു ലോഡ്ജിലോട്ട് വിട്. ഒന്ന് കുളിച്ചുറങ്ങിയിട്ട് രാവിലെ തന്നെ പോണം. ഇക്കാക്ക് ബുദ്ധിമുട്ടാവൂലെങ്കിലേ പോണ വഴിക്ക് ഞാൻ മെഡിക്കൽ കോളേജിലൊന്ന് കയറിക്കോട്ടെ. അവിടെ ആരാ? അവിടുന്ന് ഒരാളെയും കയറ്റണം, കുറച്ച് പാത്രങ്ങളും കയറ്റണം. ഞാൻ ലാഡ്ജി വിട്ടിട്ട് വരുമ്പോ ലേറ്റ് ആവും. ബുദ്ധിമുട്ടാവോ? ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ മീറ്ററിന്റെ പാതി കാശ് വന്നാ മതിയല്ലോ. ഈ ഇക്കയുടെ ഒരു കാര്യം, ഇക്ക ഇനിയിപ്പോ ഒന്ന് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പോവാം. വേറൊരു ഓട്ടോ ഉണ്ടായിരുന്നു, അതാണ് ലേറ്റ് ആയത്. അത് നമ്മളെ സ്വന്തം ഒക്കെ തന്നെ. കയറിക്കോ, ധൈര്യമായിട്ട് കയറിക്കോ. ഓട്ടോടാ മുട്ടെ, ഓട്ടാ. നാളെ പരപര വെളുക്കുമ്പോ കൊണ്ടുവരാം കേട്ടാ. ഓട്ടാ. ഇപ്പൊ രാത്രി കുറച്ചു നേരം തങ്ങാനായിട്ട് ലാഡ്ജിൽ മുറിയെടുത്ത് പൈസ കളയണോ? ഒരു ചെറിയ വീടാ എന്റെ, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. കാക്കി ബുദ്ധിമുട്ടില്ലെങ്കിൽ രാത്രി അവിടെ കഴിയും. ഇറങ്ങിക്കോ, അടിച്ചേക്കണ്ട. ഇതൊക്കെ സ്വന്തം വീട് പോലെ തന്നെ. വരി. എന്നെ കാണാൻ നിന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞു പെണ്ണെ. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ വന്നില്ലാരും ഇന്ന് വരെ. ഇതാണ് എന്റെ അമ്മ, അമ്മുക്കുട്ടി അമ്മ. ഇത് കുഞ്ചബ്ദുള്ളാക്ക. ബാഗെല്ലാം കൊടുക്കി. ബാറ്ററി എല്ലാം മാറ്റിയിട്ടുണ്ട്. സന്തോഷായ? ഓ, ഈ കുന്തം മാറ്റാത്തോണ്ട് എനിക്ക് ഇവിടെ കിടക്കപ്പുറത്തില്ല. ഇക്കവാ, കേറി വരി. ഞങ്ങള് 3-4 വീട്ടുകാർക്ക് ആകെ കൂടിയുള്ള പൈപ്പാണ്. ഇക്കൊക്കെ ഇതൊന്നും ശീലം കാണൂലല്ലേ? ഇത്രയൊക്കെ സൗകര്യങ്ങളെ ഞങ്ങൾക്കുള്ളൂ. തീവണ്ടി ചെന്ന സമയത്ത് ഇതുപോലെ പൈപ്പ് വെള്ളം കുടിച്ചാ കുറെ നാള് വിശപ്പടക്കി തന്നെ. ഒരാള് പുറത്തുനിന്ന് വരുമ്പോ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൂടായിരുന്നോടാ? വെളിയിൽ നിന്ന് വാങ്ങിക്കണമായിരുന്ന? ഏയ്, 10-50 കൊല്ലായി പൊരയിലെ കഞ്ഞി കുടിച്ചിട്ട്. വീട് അമ്മ സിനിമയില് ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാ? അങ്ങ് ബോംബെയില് അതൊറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച സുൽത്താനാണ് ഈ ഇരിക്കണം കാണാൻ. ജയം മരിച്ച പിന്നെ ഞാൻ സിനിമയൊന്നും കാണാറില്ല. ജയന്റെ ഭയങ്കര ഫാൻസ് ആണ് ഇരിക്കണ. ഇവന്റെ അച്ഛന് ജയന്റെ മുഖായിരുന്നു. ബാലങ്കേ നായരുടെ സ്വഭാവം. അതാര്? അതും ഒരു നടൻ. കുറച്ചുകൂടെ ഒഴുക്കി ഇങ്ങോട്ട്, ഇവിടെ ഒഴിച്ചു കൊടുക്കി. പപ്പടമൊക്കെ എടുത്ത് ഞവടി കഴിക്കി. ഓക്ക് നിങ്ങളുമായിട്ട് എന്താ പ്രശ്നം? ആർക്ക്? മെഡിക്കൽ കോളേജിൽ നിന്ന് ഓട്ടോ കയറിയ? ഏയ്, ഒന്നുമില്ല.
അല്ല, ആ പെണ്ണിന് ഒന്നുകിൽ നിങ്ങളോട് പ്രണയം, അല്ലെങ്കിൽ പക. ആ കണ്ണുകളിൽ ഞാൻ കണ്ടതാ പ്രണയവും പകയും. രണ്ടും ഉണ്ടിക്ക. സംഭവം ഭയങ്കരയാ. വർഷങ്ങളോളം ഞങ്ങൾ പ്രണയിച്ചു. രണ്ട് ജാതിയാ. അവളെ വീട്ടുകാർക്കാണെങ്കിൽ ഭയങ്കര എതിർപ്പ്. എൻ്റെ കൂടെ ഇറങ്ങി വന്നാൽ ചത്തുകളയുന്ന അവളെ അച്ഛനും അമ്മയും ഒരേ ഭീഷണി. ഇനിയിപ്പം ഞാൻ കാരണം അവളെ വീട്ടുകാർ വിഷം കഴിച്ച് ചാവണ്ടെന്ന് ഞാനും കരുതി. കൂടെ വരാൻ അവൾ ഒരുങ്ങി നിന്നതാ. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. അപ്പം അവൾ വിഷം അടിച്ച് ചാവാൻ ശ്രമിച്ചു. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു. അവളെയും വിളിച്ചോണ്ട് നേരെ ക്യാൻസർ വാർഡ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അവിടെ കാണണം ഇക്ക. ആയുസ് ഒന്ന് നീട്ടിക്കിട്ടാൻ വേണ്ടി മരുന്നും പ്രാർത്ഥനയായിട്ട് കഴിഞ്ഞെങ്കിൽ എത്ര മനുഷ്യർ. ആഹാരത്തിന് പോലും വഴിയില്ലാത്ത ജീവിതങ്ങൾ. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, എടി സ്വയം മരിക്കണവരാ ദൈവത്തിന് പോലും വേണ്ടി വരില്ല. അത് കളിക്കും. ഈ നിസാര കാര്യത്തിന് ഒരു തൊണ്ട് കയറില്ല, ഒരു ഉള്ളി വിഷത്തിലാക്കി ജീവനൊടുക്കാൻ നിൽക്കണവരില്ല. അവർ ഈ ക്യാൻസർ വാർഡ് പോയി ഒന്ന് കാണണം. അപ്പ മനസ്സിലാവും ജീവന്റെ വില എന്തിനാണ്. അവക്കും അത് മനസ്സിലായി. അന്ന് മുതല് അവൾ ഈ പാവപ്പെട്ട രോഗിയേക്ക് ആഹാരം കൊടുക്കാനും അവരെ സഹായിക്കാനും ഒക്കെ ഇപ്പം അവരുടെ കൂടെ കൂടിയിരിക്കുക. എന്നിട്ട് ഓളുടെ വീട്ടുകാർ വിഷം കഴിച്ചോ? എവിടെ വിഷവും കഴിച്ചില്ല, ഒരു പുല്ലും കഴിച്ചില്ല. പക്ഷെ അവളെ വേറെ കല്യാണം കഴിച്ചു കൊടുപ്പിക്കാൻ നോക്കി. അവൾ സമ്മതിച്ചില്ല. ഇപ്പൊ നിങ്ങൾ എന്താ കൂടെ വിളിക്കാത്ത? എന്നും രാവിലെ ഞാൻ കൊണ്ടാക്കും, വൈകുന്നേരം ആകുമ്പോൾ വിളിച്ചോണ്ടും വരും. ഇന്ന് വരെ പക്ഷെ എൻ്റെ അടുത്തൊന്ന് മിണ്ടേ ഒന്ന് ചിരിക്കു പോലും ചെയ്തിട്ടില്ല. നിങ്ങളൊന്ന് വിളിച്ചു നോക്കടോ. വേണ്ടക്ക. എന്താ പേടിയാ. ഇനിയിപ്പോ വിളിച്ചിട്ട് അവള് വരൂലെന്നിങ്ങനെ പറഞ്ഞാലോ. ഇപ്പോഴും അവളുടെ ഉള്ളിൽ ഞാനുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ. അതില്ലാതായ വേണ്ടക്ക. അതെങ്ങനെ അങ്ങ് പോട്ട്. മനസ്സറിഞ്ഞ് വിളിച്ചാൽ തിരിച്ചു വരാത്ത ഒരു മുഖപത്തും ദുനിയാവിലില്ല. താൻ ധൈര്യമായിട്ട് വിളിക്കുക. ഞാനല്ലേ പറയുന്നത്. ലതേ, കൂടെ ഞാനും. വേണ്ട മക്കളെ, ഇന്നലത്തെ ആഹാരത്തിന് പകരമായി നിലവിളക്ക് കൊളുത്തി വെച്ചോളാൻ അമ്മയോട് പറഞ്ഞിട്ടാ ഞാൻ ഇറങ്ങിയത്. നിങ്ങൾ സുൽത്താനാ. വെറും സുൽത്താനല്ല, മുഹബത്തിന്റെ സുൽത്താനാ. നിങ്ങൾ അന്വേഷിച്ച ആളെ കണ്ടുകിട്ടിയാലേ നേരെ വിളിച്ചോണ്ട് തിരുവനന്തപുരത്തോട്ട് വരി. ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്, സ്വന്തം വീട്ടുകാരെ പോലെ. അമ്മയോട് പറയണം, ജയം പോയാലും ഇവിടെ മൊഞ്ചുള്ള വേറെയും വലിയ നടന്മാരൊക്കെ ഉണ്ടെന്ന്. പ്രണവും ദുൽഖറും പിന്നെ അവരെക്കാൾ മൊഞ്ചുള്ള അവരുടെ വാപ്പമാരും ഉണ്ടെന്ന്. ശരിയാ. തൊഴിലാളി സമരത്തിൽ പങ്കെടുത്ത നേതാവ് അച്യുതാനന്ദൻ എന്ന് പറയുമ്പോ നമ്മുടെ വി എസ് അല്ല. പിന്നെയുള്ള അച്യുതാനന്ദൻ അവരെ കണ്ടുപിടിക്കാന്ന് പറയുമ്പോ പ്രയാസം. സമരത്തിൽ നിന്ന് ഒരുപാട് അച്യുതാനന്ദന്മാരുണ്ടായിരുന്നു.
ഇവിടെ അടുത്ത് കടയിലൊരാളുണ്ട്. പുള്ളി എപ്പോഴും ഈ തൊഴിലാളി സമരത്തെ കുറിച്ചൊക്കെ പറയുന്നേക്കാം. നമുക്ക് പുള്ളി എടുത്തോണ്ട് ഇവിടെ അടുത്ത ആള് ഈ തൊഴിലാളി സമരത്തിലൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. പുള്ളിക്ക് എന്തായാലും അറിയാൻ പറ്റും. ഇക്കെ പേടിക്കണ്ട. പുള്ളി ഈ കടയിൽ വരുന്ന ആൾക്കാരോടൊക്കെ ഈ സമരത്തിന്റെ കഥകളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും കിട്ടും, നമുക്ക് നോക്കാന്നേ. നിനക്ക് ബുദ്ധിമുട്ടായ ഞാൻ ഇതിലല്ലേ പോകുന്നത്. എന്റെ വീട് ഇവിടെ അടുത്താ. വേറെ എന്താ? പിന്നെ 2 മുട്ടയും. എടി നിന്റെ മോൾ ഇപ്പോഴും നഴ്സിംഗിനൊക്കെ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ശങ്കരേട്ടോ, നമ്മുടെ ഈ തൊഴിലാളി സമരത്തിൽ പങ്കെടുത്ത അച്യുതാനന്ദനെ അറിയോ? അറിയോന്നോ? ഇതെന്തോ ചോദ്യം ഇത്? നിനക്ക് എത്ര അച്യുതന്മാരെ അറിയണം? ഇങ്ങോട്ട് ശങ്കരേട്ടാ, എന്റെ ബാക്കി സാധനങ്ങളോട് താ. എടി ഒന്ന് അടങ്ങടി, ഞാൻ സാധനങ്ങൾ എടുത്ത് വെക്കാം. നീ പോയിട്ട് വാ. അതെ, കഥകൾ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. എന്തോ നിൽക്കുന്നേ? ഇരുന്നടേ. അന്ന് ഈ കയറ് തൊഴിലാളികൾക്കിടയിലെ അവകാശ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു ആലപ്പുഴയിലെ ഈ സമരം. അന്ന് ഞാൻ കുട്ടിയായിരുന്നു. അന്ന് ഈ സഖാക്കളൊക്കെ ഒളിവിലായിരുന്നു. എന്റെ ശങ്കരേട്ടാ, ഈ തൊഴിലാളി സമരത്തിന്റെ കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം. അന്നത്തെ സമരത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അച്യുതാനന്ദനെ കുറിച്ച് അറിയാനാവുന്നു. അച്ചു, നമ്മുടെ അച്യുതാനന്ദൻ. അങ്ങനെ പറ. അതെ, ഈ മൂപ്പര് ഒളിവിലായിരുന്ന സമയത്ത് ഞാനായിരുന്നു ഈ ഭക്ഷണവും മറ്റു വിവരങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തോണ്ടിരുന്നത്. എന്തിനു പറയുന്നത്, മൂപ്പർക്ക് എല്ലാത്തിനും ഞാൻ വേണം. ഒളിവിലായിരുന്ന കഥയൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഈ ആളിപ്പോ എവിടെ ഉണ്ട് അത് പറ. കഥകളൊക്കെ അറിയാന്നുള്ള നിനക്കിപ്പോ ആളെവിടെ ഉണ്ടെന്ന് അറിയാമല്ലോ. പിന്നെ എന്തിനാ എന്റെ അടുത്തോട്ട് എഴുന്നള്ളി വന്നത്? ശങ്കരേട്ടാ, എന്തുവാ ഇവിടെ ഒരു കാര്യം പറഞ്ഞോണ്ടിരുന്നപ്പോ എന്റെ ശങ്കരേട്ടാ, എനിക്ക് അറിയാത്തോണ്ടല്ലേ ആ അച്യുതാനന്ദൻ ഇപ്പൊ എവിടെ ഉണ്ട്? അതാ പറഞ്ഞത്, എല്ലാം അറിയാന്നുള്ള ഭാവം വേണ്ടാന്ന്. ആ അച്യുതനെ തിരുവനന്തപുരത്തുണ്ട്. VS അച്യുതാനന്ദൻ, നമ്മുടെ സഖാവ് VS. അതുപോലും അറിയാത്ത മണ്ടൻ. സഖാവ് അച്യുതാനന്ദൻ അല്ലാതെ വേറെ അച്യുതാനന്ദന്മാരെ അറിയൂ? അല്ല, അതിപ്പോ കറക്റ്റായിട്ട് പറയണമെങ്കിൽ തൊഴിലാളി സമരകഥ മുഴുവൻ പറയേണ്ടി വരും. എന്താ പറയുന്നു? എന്താ പറയുന്നു? പറയട്ടെ. എന്തോ വായു നോക്കിക്കുന്നേ? ഇന്നൊരു കച്ചവടമൊന്നുമില്ല. ഇതുവരെയുള്ള കച്ചവടം മതി എനിക്ക്. ചല്ലേ, വരുമ്പോ എല്ലാം കൂടി ജാതിയാട്ടിക്ക് പോയി അല്ല, പിന്നെ ഓരോന്ന് പറഞ്ഞോണ്ട് വരും. എന്നിട്ടേ രാജീവാ, കഥ ശരിക്കൊക്കെ സുഖിച്ചല്ലോ. അപ്പൊ പറഞ്ഞ കഥയില് സഖാവ് VS അച്യുതാനന്ദൻ പോലും ഇല്ല. മുഴുവനും സഖാവ് ശങ്കരനാരായണൻ മാത്രമല്ലേ ഉള്ളൂ. എന്റെ കടയിട്ടറിഞ്ഞിട്ട് ഞാൻ പറയുന്ന കഥയില് ഞാനല്ലാതെ പിന്നെ നാട്ടുകാരെ നായകനാക്കാൻ ഇരിക്കുന്ന ഭ്രാന്തുണ്ടോ? കഥ കേൾക്കാൻ വന്നിരിക്കുക. അച്യുതാനന്ദനെ കാണിച്ചു കൊടുക്കണം പോലും എന്റെ മടിയിലെടുത്ത് വെച്ചിരിക്കുകയും ഞാൻ നാക്കിട്ടടിച്ചത് വെറുതെ ആയി. അല്ല, രണ്ടുപേർക്ക് ഓരോ സർവ്വത്തിൽ കേട്ടോ. അല്ല, എന്റെ കഥ മുഴുവൻ കേട്ടത് കൊണ്ടുള്ള സ്നേഹത്തിൽ ചോദിച്ചു പോയതാ. വേണ്ട, അല്ല എന്നെ വയറ് അറിഞ്ഞു. പിന്നെ ഓസിന് കൊടുക്കാൻ നമുക്ക് വേറെ എവിടെയെങ്കിലും അന്വേഷിക്കാം. നിങ്ങൾക്ക് ഏത് അച്യുതാനന്ദനെ അറിയേണ്ടത്? എന്താ കാര്യം? തിരുവനന്തപുരത്തുനിന്ന് വളരെ കാലം മുമ്പ് ഇവിടെ വന്ന ഉപ്പയും ഉമ്മയും അടങ്ങുന്ന ഒരു ഫാമിലിയെ കുറിച്ച് അറിയാനാവുന്നത്. തൊഴിലാളി സമരത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സഖാവിന്റെ വീട്ടിലേക്കാ അവര് വന്നത്. യൂസഫ്? അതെ. ഇവിടെ വന്നിട്ട് അധികം കഴിയുന്നതിന് മുമ്പ് യൂസഫ് മരിച്ചു. പിന്നെ ഖദീജുമ്മയും. സമരകാലത്ത് അച്യുതാനന്ദൻ ഒളിവിൽ പോകേണ്ടി വന്നതുകൊണ്ട് അവരുടെ മോൾ അലീമയെ അച്യുതാനന്ദന്റെ പരിചയക്കാരൻ ഒരച്ഛൻ മുഖേന തൃശ്ശൂർ പൂമലയ്ക്കടുത്തുള്ള ചെന്നായിപ്പാറ ഓർഫനേജിലാക്കി. ചിലപ്പോ അവരവിടെ ഉണ്ടാവും. ഇത്ര നേരം മിണ്ടാതിരുന്നെന്ത്? സമരകാലത്ത് കയർ മോഷ്ടിച്ച നാട് വിട്ട ശങ്കരനാരായണന്റെ കഥ കേട്ട് ഞാൻ എന്ത് മിണ്ടാന്? അതെ സാഹിബേ, ഇവിടെ സർബത്ത് വേണ്ടെങ്കിൽ വേണ്ട, നല്ല കമ്പനി സോഡ ഇരിപ്പുണ്ട്, ഉപ്പിട്ട് തരാം. പേരെന്താ? സമരചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത അനേക സഖാക്കളിൽ ഒരാൾ, സഖാവ് അച്യുതാനന്ദൻ.
നോക്കി ഏത് സംശയത്തിന്റെ ഉത്തരവും ഗൂഗിളിൽ പെട്ടെന്ന് കിട്ടും. ആണോ? ആ സത്യം. ഗൂഗിളിലെ എന്ത് കാര്യത്തിന് സംശയം ചോദിച്ചാലും ഉടനെ ഉത്തരം കിട്ടും. എന്ത് സംശയം ഉണ്ടെങ്കിലും ഗൂഗിളിനോട് ചോദിച്ചാൽ പറയുമോ? പിന്നെ എന്നാ എന്റെ ഭാര്യനെ എനിക്ക് ഭയങ്കര സംശയം. ഗൂഗിളിനോടൊന്ന് ചോദിച്ചാൽ സത്യമാണോന്ന്. എന്താണ് ഇയാളെ പറഞ്ഞേ എന്ത് സംശയം ഉണ്ടെങ്കിലും ഗൂഗിളിനോട് ചോദിച്ചാൽ മതി, ഗൂഗിള് സത്യം പറയുന്നു. അങ്ങനെ എല്ലാന്നും പറയില്ല. എല്ലാം പറയുന്നു. ഡ്രൈവറേട്ടാ വണ്ടി ഒന്ന് ചേർത്ത് പിടിച്ചേ. ഓയ് മര്യാദയ്ക്ക് താൻ അവിടെ കിടന്ന് ഉറങ്ങണോ? താനൊന്നും മിണ്ടാതിരിക്കണോ? ഞങ്ങള് ലോങ് ട്രിപ്പുകാരാ, ഒന്ന് ഉറങ്ങണം. ശരിയാമേനെ. ഓ വലിയ ഓഫീസറാട്ടോ സതീശന്റെ മോനല്ലേടാ. ഹലോ, യു സ്ലീപ് ഐ സ്ലീപ്. ഓ ഡ്രൈവർ, ഓയ് താനും വേണമെങ്കിൽ ഒന്ന് കണ്ണടച്ചോ. കേൾക്കുന്നുണ്ടോ? ഇതിൽ നിന്നിട്ട് എന്റെ കൊച്ചു വണ്ടി ഓടിക്കുക. നിപ്പനടിച്ച് വണ്ടി കയറുന്ന നിപ്പ വന്ന് ചാവുന്നില്ലല്ലോ. വലിയ തമാശക്കാരനാട്ടോ. വാട്സാപ്പിലൊന്ന് വിളിച്ച കോമഡിയൊക്കെ പാതിരാത്രിക്ക് വിളിച്ചു പോകുന്നേ. ഞാനാണല്ലോ ഇവിടുത്തെ പ്രശ്നക്കാരൻ. ഞാൻ കിടന്നങ്ങ് ഉറങ്ങിയേക്കാം. ഇതെവിടെ എത്തിന്നേ? തൃശ്ശൂരിൽ നിന്ന് എടുത്തു. തൃശ്ശൂരായോ? ഒന്ന് പറയണ്ട അങ്ങാതെ. തൃശ്ശൂർ എത്തിട്ട് ഇതാ വടക്കേ സ്റ്റാൻഡ് ആയിട്ടേ ഉള്ളൂ. ആണോ? എന്നാ വണ്ടി നിർത്തിക്കേ. വണ്ടി നിർത്ത്. വണ്ടി നിർത്തണേ. സൈഡിലേക്ക് നോക്കണോ? ആ അങ്ങനെ മര്യാദക്ക് വണ്ടി നിർത്തി ക്ലച്ച് കാരണവരെ യാത്ര ചോദിക്കാനാവും. കാരണവരെ തൃശ്ശൂരെത്തി. തൃശ്ശൂർ ഇറങ്ങുന്ന ആളല്ലേ? തൃശ്ശൂർന്ന് വണ്ടി എടുത്തു ഉറങ്ങിപ്പോയല്ലേ? കുറച്ചു നേരം അങ്ങനെ ഉറങ്ങാറുണ്ടെങ്കിൽ മലപ്പുറത്ത് നിന്ന് ഇറങ്ങേണ്ടി വന്നേനെ. നിങ്ങൾ തൃശ്ശൂർക്കാരൻ? അയ്യോ, സ്റ്റാൻഡിന്റെ തൊട്ടടുത്തായിട്ടുള്ളൂ. ഇറങ്ങൂ. ആ കുഴപ്പമില്ല. ഞാൻ ശരിക്കും തുറന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല. എന്താണോ തന്നെ എടുത്തിറക്കണോ? മൂപ്പര് തൃശ്ശൂർ ടിക്കറ്റ് എടുക്കണമെന്ന് ഞാൻ കണ്ടതാ. ആ പുള്ളിക്ക് ഇറങ്ങാൻ വേണ്ടി ഞാൻ ഇവിടെ വണ്ടി എടുക്കാൻ പോകുന്നത്. മനസ്സിലായോ മിസ്റ്റർ? മദ്യപാനം മാത്രമേ ഹാനികരമുള്ളൂ. മദ്യപാനികൾ ഒരിക്കലും ഹാനികരമാണ്. ഞാൻ കോഴിക്കോട്ടേക്കാ. ആ ക്ലച്ച് അമർത്തി ഫസ്റ്റിലേക്ക് ഇട്ട് വേഗം വണ്ടി എടുത്തു. വണ്ടി അടിച്ചേ ഇങ്ങട് വാടാ. എന്താ ചേട്ടന്മാരെ? വാടാ പോവാ. എന്താ പോയിട്ട് വരടാ. ഞാനൊന്നുമില്ല. വാടക കേട്ടിയേ എവിടേക്ക്? വാടാ. അവിടെ ഓരെന്തിനാ തല്ലിയേ? അവരെ പറഞ്ഞിട്ടും കാര്യമില്ലേക്ക. എല്ലാ ടൈപ്പ് ആൾക്കാരിലും മോശക്കാരുണ്ടല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ നല്ലേ. ചെറുപ്പത്തില് എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ തൊട്ട് ഞാൻ കുറച്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഡാൻസ് പഠിച്ചിട്ടാണെന്ന് അറിയില്ല, ഇത് ലേശം കൂടിന്നാ തോന്നണേ. എന്റെ അനിയന്മാർക്കൊന്നും ഞാൻ ഈ പരിപാടിക്ക് പോണതും ലേറ്റ് ആയിട്ട് വരുന്നതൊന്നും ഇഷ്ടല്ല. അത് കാര്യങ്ങളൊക്കെ നോക്കിയത് ഞാൻ തന്നെയായിരുന്നു. പക്ഷെ ലാസ്റ്റ് വന്നപ്പോ അവരെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എനിക്കതില് സങ്കടമൊന്നും ഇല്ലാട്ടാ. അമ്മ ഉണ്ടല്ലോ, അമ്മ എന്റെ കൂടെ പോന്നുവേ. അത് മതിയല്ലോ അല്ലേ? നടക്ക
ഞാൻ ചെന്നാലേ അമ്മ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുള്ളൂ. വടക്കാഞ്ചേരിയിലാണ് വീടേ. ഒരു ലാസ്റ്റ് ബസ് എന്തായിരുന്നു, അത് മിസ്സായി. ചിലപ്പോൾ ഇവിടെ നിന്നാ ചേർട്ട് പോകാൻ ഓട്ടോസ് കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ അത് കിട്ടുമോ? ഷിബു നീ വണ്ടി നിർത്തിയോ? എന്തിനാ അത് റെഡിയാവില്ല. നീ എന്തായി പറയണേ? അവര് രണ്ടുപേരലുള്ളൂ, നീ കേറ്. വേണ്ട ഷിബു, അത് ശരിയാവില്ല. ഇങ്ങനെ വീട്ടിൽ കൊണ്ടാക്കിയേ. പറയണ കാശേരട്ടാ ഗടികള്, നീ വാ. കഞ്ചാവും കള്ളൊക്കെ കുടിച്ചിട്ട് കിടക്കണവരോട് പോവാൻ പറ്റില്ല കേട്ടോ ഷിബു. അതിന് പള്ളിയിലേക്ക് അമ്പലത്തിലേക്ക് ഒന്നും അല്ലല്ലോ പോണത്, മറ്റേ പണിക്കല്ലേ. അതിനെ എനിക്ക് ഇഷ്ടല്ലാന്ന് പറഞ്ഞില്ലേ? നിനക്ക് എന്താടാ അത്ര നീ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ, ഞാൻ ആരോട് എത്തിക്കാന്ന് പറഞ്ഞു. എന്നാ നീ നിന്റെ പെണ്ണിനെയും പെങ്ങളെയും കൊണ്ടുപോടാ. നീ മര്യാദയ്ക്ക് സംസാരിക്കുന്നത് നല്ലത്. എന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ നിന്നെ പോലെ വല്ലവന്റെ കൂടെ ഇറങ്ങിപ്പോതല്ല. നീ എങ്ങനെയാ വെച്ചാൽ വീട്ടിൽ പോക്കോ. വടക്കാഞ്ചേരി വണ്ടി നിർത്തണം. എന്താ ഇവിടെ? വടക്കാഞ്ചേരിക്കാ സാറേ, ബസ് പോയി. കൂടുതലാരാ? മക്കളാ. ആ 4:10 ഫസ്റ്റ് ബസ്സുള്ളൂ. ഓ, കിട്ടണ വേണ്ടി ഓട്ടോ എന്നാ പിടിച്ച് പോക്കൊള്ളാം കേട്ടോ. പോവാടോ. സാറേ, അതാ കേസ് കിട്ടി രജനി കേട്ടാ. എനിക്കറിയാടോ, പാവങ്ങൾ ജയിച്ചു പോകട്ടെ. ഇതിലും വലിയ ക്രിമിനലുകളൊക്കെ പുറത്തിറങ്ങി നടക്കുന്നില്ലേ? ഈ വിറ്റങ്ങളൊക്കെ പിടിച്ച് അകത്തിട്ട് എനിക്ക് പോലീസ് വെള്ളമൊന്നും കിട്ടാനില്ലല്ലോ. ആ വണ്ടി വിട്. ഷിബു പറഞ്ഞത് ശരിയാ. ഒന്നും അറിയാത്ത പ്രായത്തില് അത് പക്ഷെ ഇപ്പം മൂത്തിട്ടൊന്നുമല്ല. സ്വന്തം അച്ഛനെ പേടിച്ചിട്ടാ. എവിടുന്നോ പണിക്ക് വന്ന ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നു. പേടിക്കാതെ കിടന്നുറങ്ങാലോ എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തില്. ഒരു ചായ കടിക്കാൻ എന്തെങ്കിലും? ഇക്ക, എനിക്കിവിടെ ഒരു ചായ പറയോ? ഒരു ചായ അവിടെ. നീ ഇന്നലെ പോയില്ലായിരുന്നു? പോയില്ല. പൂമല കുറുക്കമ്പാറയല്ലേ ഇക്ക പറഞ്ഞ സ്ഥലം? ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ അവിടെ വരാം. ഓ, എന്നാ ഞാനന്ന് ആ ബസിന്റെ പിന്നിലേ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ ഉണ്ട്, അങ്ങോട്ട് ചെന്നോ. ഇന്നലെ ഓവർ ടൈം ആയിരുന്നില്ലേ? ആ നേ, പണി ഇത്ര കൂടുതലാ. ഒരാളെയും കൂടെ കൂട്ടിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ഒഴിവുണ്ടാവോ? ഇയാളെ ചായ പോലെ തന്നെ ഇയാളെ സ്വഭാവം കൂളാ. പിന്നെ എന്തിനാ എന്ന് രാവിലെ ഒന്ന് കൂടി? രാവിലെ 8 രൂപയ്ക്ക് അപ്പി പോയതിലും വല്ലതും വരുന്ന ഇവിടെ കിട്ടും. ഇവൻ എന്തുട്ടി പറയണ? ചെണക്കാല ഞാനുണ്ടാ നടക്ക്. ജുബ മുഷിഞ്ഞു. ഡാൻസിന്റെ ഡ്രസ്സാ മാറ്റിയിടാൻ വയറുണ്ടായിരുന്നില്ലേ? ഇക്കാൻ്റെ അലിമേ കാണാൻ ഞാനും ഉണ്ട്. ഫ്രഷ് ആവാൻ ചെയ്ത് അതിലേ പൊക്കും. മാറ്റിയിടാൻ വയറുണ്ടായിരുന്നില്ല. ഡാൻസിന്റെ ഉടുപ്പാ. ചേട്ടാ, എനിക്കൊരു ചായ തരുമോ? ഓ, ഇത് കുഴപ്പമില്ലല്ലോ അല്ലേ? ആ ബസിന്റെ അവിടെ ചേട്ടന്മാരും പറഞ്ഞു.
പപ്പടവടയാ? ആ ഹൈമാസ് പോസ്റ്റിന്റെ മുകളിൽ കിടന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിനെ. എന്തുട്ടാ? അല്ല, ഉയരം കൂടുന്നോറും ചായയുടെ രുചി കൂടുന്നല്ലേ? പൂള ചായ. എങ്ങോട്ടാ ടിക്കറ്റ്സ്? ടിക്കറ്റ് പറയണേ. ചേട്ടാ, ഡ്രൈവർ ചേട്ടാ, ആ പാട്ടൊന്ന് മാറ്റോ? എടുക്കണ്ട പാട്ട് ഡാൻസ്. അവിടെ ഒരാളെ ഇറക്കാം. വാലടിക്ക് വണ്ടി പോട്ടെ. സ്ലിപ്പായി പോയതാടോ. എന്താ? ഇല്ല, വേണ്ട. തലവണ്ട പോയി. ആൾക്കാർക്ക് എന്താ വിചാരിക്കും? എന്താ ഇരുന്നൂലോ? പിന്നെന്താ? ഞാൻ പറഞ്ഞല്ലേ കേറിയിരുന്നോളെ. ഇങ്ങനെ ഇരുന്നാ ശരിക്കും വീഴും. പൂമ്പല ഇറങ്ങിക്കോ. ഒന്ന് മാറിക്കോ. ഇറങ്ങിയേ. ഞാൻ പിടിക്കണം. ഇനി ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പോയാൽ മതി. ആ ശരി. ഷർട്ട് പൊളിച്ചിട്ടാ. താങ്ക് യു. ആ കിട്ടണോ? ആ ബസ്സിൽ വീണ കാരണം പുറക്കെ വേനിക്ക. അതെ, വണ്ടി ഒന്ന് നിർത്തുവോ? ഇവിടെയാ? ആ, ഇവിടെ നിർത്തിക്കോ. ഒരു 5 മിനിറ്റ് കണ്ണാ ഇറങ്ങി. ഇറങ്ങണോ? വേഗം ഇറങ്ങി കണ്ണു. ഇറങ്ങി. വേഗം ഇറങ്ങി. ഇറങ്ങല്ലേ? ഒക്കെ പോരാ. വാ. ഞാനോ? വരാൻ. എവിടേക്ക് പോണേ? അവിടെ കൊണ്ടുവിട്ടാ പോരെ? നിങ്ങൾ എവിടുന്ന് വരുന്നേ? ദൂരെന്നോ? അവിടെ പോകുന്നവർ അന്തേവാസികൾക്ക് അരി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് പോകാറുണ്ട്. അവിടെ കടയും കാര്യങ്ങളൊന്നും ഇല്ലേ? വലുത് മേടിക്കണോ? എന്താ വേണ്ട? മിഠായിയാ? ഈശ്വരത്തിനെ എവിടേക്കാ കൊണ്ടുപോണേ? എത്രയാ? ശരിയെന്നാ. ഫ്രീക്കനായിട്ടില്ലേ? പണ്ടേ ഫ്രീക്കനല്ലേ മോളെ? കേറ്. അല്ലെങ്കിൽ കുറച്ച് നേരം വൈകിണ്ട്. നീ ഇരിക്കും. കവറിലുണ്ടോ നോക്കട്ടെ. നല്ല സ്ഥലം. അല്പസമയമാവുള്ളൂ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാട്ടാ. കുറച്ചു നേരം വെയിറ്റ് ചെയ്തോ. ഇവിടുന്ന് വണ്ടി കിടന്നാൽ ബുദ്ധിമുട്ടാവും. അലീമ
അങ്ങനെ ഒരു പേര് ഈ ഫയലിലില്ല. ഇവിടുത്തെ ഫയല് മുഴുവൻ എടുത്ത് നോക്കണമെങ്കിൽ 2 ദിവസം പിടിക്കും. ഞാൻ നോക്കി വെച്ചാൽ മതിയോ? മിഠായി വേണ്ടേ? ദാ 2 എണ്ണം കേട്ടോ, 2 എണ്ണം ഉള്ളൂ. പിന്നെ അവസാനം ബാക്കി ഉണ്ടെങ്കിൽ തരാം. മോൾക്ക് 3 എണ്ണം. ദാ 3 എണ്ണം. എന്താ പേര്? 2 ദിവസം കഴിയുമ്പോൾ ഇക്ക വന്ന് നോക്ക്. ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു വെക്കാം. ഇക്ക ഒന്ന് നിൽക്കണേ. കാരമ്മച്ചിയെ, ഒരു 10-45 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു അന്തേവാസിയായിരുന്ന അലീമയെ ഓർക്കുന്നുണ്ടോ? ഒന്നല്ല 2 അലീമമാരുണ്ടായിരുന്നു. അതിലൊന്ന് മലപ്പുറത്തേക്ക് കല്യാണം കഴിച്ചു പോയി. മറ്റേ അലീമയ്ക്ക് 6 മാസം പ്രായമായ ഒരു കുഞ്ഞുണ്ടായിരുന്നു. കുട്ടിയില്ലാത്ത അലീമയാ? അച്ചോ, അലമാരയില് A13 എന്ന ഫയലില് കല്യാണം കഴിച്ച ആളുടെ പേരും അഡ്രസ്സും ഉണ്ടാവും. ഇത് അലീമയുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോയാ? ക്ലാരമ്മയ്ക്ക് ഇപ്പോ കണ്ണ് കാണില്ല. ക്ലാരമ്മ ചേച്ചിക്ക് ഇപ്പോൾ കണ്ണ് കാണില്ലെങ്കിലും നല്ല ഓർമ്മശക്തിയാ. ഇക്ക, മലപ്പുറം ചങ്കുവെട്ടിയിലേക്കാണ് അലീമയെ കല്യാണം കഴിച്ചയച്ചിരിക്കുന്നത്. അലീമ നസീർ മേലേതിൽ, പറപ്പൂർ റോഡ്, ചങ്കുവെട്ടി. ഭക്ഷണത്തിനുള്ളത് മറ്റുള്ളവർ കൊണ്ടുവരുമെന്നറിയാം. വേണ്ടാന്ന് പറയരുത്. ഇത് ഇവിടുത്തെ അന്തേവാസികൾക്ക് മരുന്നിനോ മറ്റോ ഉപയോഗിക്കാം. ആയിക്കോട്ടെ, നിക്ക്, ഞാൻ രസീത് എടുത്തോണ്ട് വരാം. വേണ്ടച്ചോ, പടച്ചോന്റെ കണക്ക് പുസ്തകത്തിൽ ഇതൊക്കെ ചേർത്തിട്ടുണ്ടാവും. അതുപോലെ സന്മനസ്സുള്ളവർക്ക് എന്നും സമാധാനം. ഇക്ക, ഈ ഫോട്ടോയില് കാണുന്ന പോലെ തന്നെ ആയിരിക്കും അവരിപ്പോഴും? എന്നാലും ആ കണ്ണുകൾ കണ്ടാൽ എനിക്ക് പിടികിട്ടും. അപ്പൊ കണ്ണിലാണല്ലേ പ്രണയം? കണ്ണിൽ നോക്കിയാൽ അവർക്ക് നമ്മളോട് ഇഷ്ടമാണോ ദേഷ്യമാണോ എന്ന് പറയാൻ പറ്റും. പക്ഷെ പ്രണയത്തിന് കണ്ണില്ല എന്നല്ലേക്ക? പ്രണയത്തിനല്ല കണ്ണില്ലാത്തവർ, പ്രണയിക്കാത്തവർക്കാ. ഒന്ന് വണ്ടി നിർത്തുവോ? എന്താ ചേച്ചി? നിർത്തോ. ആ കല്യാണം നടക്കുന്ന സ്ഥലം എവിടെയാ? ഒന്ന് ചോദിക്കോ? എന്തിനാ? അല്ല, എൻ്റെ ഒരു സുഹൃത്തിന്റെ കല്യാണം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് പോവാന്ന് വിചാരിച്ചിട്ടാ. ഒന്ന് ചോദിക്കോ? ശരി. അവിടെ കീഴ്ക്കമ്പലത്തിലെന്നാ പറഞ്ഞേ? അതെവിടെ അടുത്താ? നമ്മള് പോണേന്റെ അവിടെ ലെഫ്റ്റ് തിരിഞ്ഞു പോണം. എന്നാ ഒരു കാര്യം ചെയ്തോ, എന്നെ ഇവിടെ വിട്ടിട്ട് നിങ്ങള് പൊക്കോ. വണ്ടി എടുത്തോ. ശരി. ഇവിടെ നിർത്തിക്കോ. നിങ്ങള് പൊക്കോ, ഞാൻ ഈ കല്യാണം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പോവാൻ വരട്ടെ? നീ ഇറങ്ങാം. അല്ല, രജനി പോയിക്കോളാൻ പറഞ്ഞു. ഇറങ്ങാം. കെട്ടിക്കോട്ടെ. കെട്ടിക്കോ. ഏയ്, കേട്ടല്ലേ? അതെ, കെട്ടാറാകുമ്പോ ഫോട്ടോഗ്രാഫർമാർ പറയും, അപ്പൊ കെട്ടിയാ മതി. കെട്ടിക്കോ. കല്യാണം മുടങ്ങിയ വിഷമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ നടന്നിരുന്നെങ്കിൽ
ഏതെങ്കിലും വേശ്യാലയത്തിലെത്തിയേനെ. നല്ലൊരാൾ വരാൻ കുട്ടിക്ക് ഇനിയും സമയമുണ്ട്. എനിക്ക് അതിന് പോലും ഭാഗ്യമില്ല. ഇതിന്റെ സ്ഥിരം പണിയാണല്ലേ? എത്രാമത്തെ കല്യാണം? ആ കൊച്ചു കല്യാണ ഫ്ലെക്സിൽ പിന്നെ മുഖം കണ്ടോണ്ട് എന്റെ മോള് രക്ഷപ്പെട്ടു. ഇവനെയൊന്നും വെറുതെ വിടരുത് സാറേ. മാറോ അവിടെ വിളിക്ക്. രജനി സാർ വിളിക്കുന്നു. എത്ര വർഷം മുമ്പായിരുന്നു കല്യാണം? 6 വർഷം മുമ്പായിരുന്നു. വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ട് ഇയാളുടെ കൂടെ ഇറങ്ങിപ്പോന്നതാ. ഒരമ്പലത്തിൽ വെച്ചായിരുന്നു താലികെട്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോ വീട്ടിലേക്ക് ഓരോരുത്തരെ കൊണ്ടുവരാൻ തുടങ്ങി. ഞാൻ ഗർഭിണിയായപ്പോ തൊട്ട് ഇയാളെ കാണാതായതാ. പിന്നെ ഇപ്പോഴാ കാണണേ. എവിടെയാണെന്ന് അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചിരുന്നു. അപ്പോഴാ അറിഞ്ഞത് മറ്റു പല പെൺകുട്ടികളെയും തല്ലി കൊല്ലണ്ടേ അന്ന് തന്നെ അവരെ? അങ്ങനെ വേണം. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോടാ? തെറ്റുപറ്റിപ്പോയി സാറേ. എത്ര പ്രാവശ്യം? അങ്ങനെ കൃത്യമായിട്ട് കണക്കൊന്നുമില്ല, ഒരുപാട് പ്രാവശ്യം. ഇവളോട് എന്ത് സമാധാനം പറയും? രജി മോളെ. എന്തു മോളെന്ന്? സ്നേഹം കൂടുമ്പോ ഞാൻ അങ്ങനെയാണ് വിളിക്കാറ്. രജി മോളുടെ നല്ല ഭർത്താവായി ഇനിയുള്ള കാലം ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. നീ എന്തു പറയുന്നു? നീ ഇവനെ സ്വീകരിക്കാൻ റെഡിയാണെങ്കിൽ ഈ കേസ് ഇവിടെ വെച്ചോ തീർപ്പാക്കാം. പ്ലീസ്. പെറ്റമ്മയെ പോലും കൂട്ടിക്കൊടുക്കാൻ മടിക്കാത്ത നിന്നെ പോലത്തെ ആണും പെണ്ണും കെട്ടവൻ എനിക്ക് സംരക്ഷണം തരണ്ട. എന്നെ എൻ്റെ മോളെ നോക്കാൻ ഇപ്പൊ എനിക്ക് ആണായി പിറന്നൊരുത്തനുണ്ട്. ഇവൻ ആരൊക്കെ കൈവച്ചു? പറടാ. എല്ലാവരും കൈവച്ചു സാറേ. ഈ തടീനെ എന്നെ കൂടുതൽ അടിച്ചത്. ഞാൻ എപ്പോഴേ പറഞ്ഞാലടാ എന്നെ തൊടലെ എനിക്ക് മോളിൽ പിടിപാടുള്ള ആളാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അതെ, ഇനി ആർക്കെങ്കിലും തല്ലാനുണ്ടെങ്കിൽ ഇപ്പൊ തല്ലിക്കൊള്ളണം. ഞാൻ ഇയാളെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയതിനു ശേഷം എനിക്ക് തല്ലാൻ പറ്റിയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞ കേരള പോലീസോ മുഖ്യമന്ത്രിയോ ഉത്തരവാദികളായിരിക്കില്ല. അത് ശരി. സാറിനെ പോലെ കൊടുക്കാൻ വേണ പിടിച്ചേ. വന്നേ വന്നേ. വാ 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 വാ. ഇക്കന് മലപ്പുറത്തേക്കല്ലേ? അലീമയെ കാണുകയാണെങ്കിൽ ഈ വഴിക്കാ തിരിച്ചു പോണേച്ചാ ഇവിടെ ഇറങ്ങണട്ടാ. വേടി രജനിയുടെ വീട് ഏതാന്ന് ചോദിച്ചാ ആരായാലും പറഞ്ഞുതരും. ഞാൻ പോട്ടെ. മോളെ അപ്പുറത്തെ വീട്ടിലാക്കിട്ടാ വന്നേക്കണേ. കണ്ണാ, ഇതെന്തെങ്ങനെ നിക്കണേ? ഞാൻ പോലീസിനോട് പറഞ്ഞു കേട്ടിട്ടുള്ള ഞെട്ടില ചെക്കൻ ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. സോറിട്ടാ കണ്ണാ, വേറൊന്നും കൊണ്ടല്ല. ഒരുത്തന്റെ മുഖത്ത് നോക്കിയിട്ടേ എന്നെ സംരക്ഷിക്കാൻ നിന്നെക്കാളും നല്ല ആണുണ്ടെന്ന് പറയുമ്പോ അവന്റെ മുഖത്തുണ്ടാവുന്ന ഒരു ഭാവമാറ്റുണ്ട്. അത് കാണാൻ ഒരു പ്രത്യേക സുഖ. അതിന് നിന്നെ കൂട്ടുപിടിച്ചു എന്നുള്ളൂ. ഒന്നും തോന്നരുതട്ടാ. ഇക്കാനെ മലപ്പുറത്തേക്കുള്ള ബസ് കയറ്റി വിട്ടിട്ട് പൊക്കളോ. രജനി, എന്നെ എൻ്റെ അമ്മയല്ലാണ്ട് ഒരാണ് എന്ന് വിളിച്ചിട്ടുള്ളത് നീ മാത്ര. നിന്നെ മോളെയും ഞാൻ നോക്കിക്കോളാം. എന്റെ ബായ്, വണ്ടി നിർത്തിയിട്ട് കേറിയാ പോരെ? നിർത്തുന്ന ഓടുന്ന പെണ്ണിനും ഓടുന്ന ബസ്സിനും പിന്നാലെ ഓടി അപകടം വരുത്തരുത്. ആ, പെണ്ണായാലും ബസ്സായാലും വേറെ വരുമെന്നേ. സോറി ഡിയർ, ഞാനൊരു വാട്സാപ്പ് കളി ഷെയർ ചെയ്താ. എവിടേക്കാ? 2 രാമനാട്ട് തരാം. ചേട്ടാ ഞാൻ കൊടുത്തോളാം. വേണ്ട, ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുക്കാതെ വേണ്ട. വേണ്ട നോട്ടുണ്ട്. അതെ, ഞാൻ കൊടുത്തോളാം.
3 രാമനാട്ടുകാരാ. 3 ആളുടെയും കൂടാ. ബാക്കി ഇവിടെ ഹാപ്പി ആയല്ലോ രണ്ടാളും. ചേട്ടാ ഒരു കോഴിക്കോട് ബാലൻസ്. കോഴിക്കോട് എത്ര മണിക്ക് എത്താ? 5 മണിയാവും. ഇല്ലമ്മ ഞാനൊരു 5 മണിക്ക് എത്തും. ഇല്ലമ്മ ഞാനൊരു ചങ്ങനെ തെരഞ്ഞു വന്നാ. ഈ ഇന്നലെ വരുമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യത്തെ കൂടിനെ വിളിച്ച് കടത്തിയില്ല. അത് പിന്നെ ഇന്നലെ അവനായിട്ട് തൃശ്ശൂർ വരെ വരണ്ടാവുന്നു. ഇപ്പൊ ഞാൻ ശരിക്കും ബസ് കയറി. ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ ഒരു കൂട്ടുകാരെ തേടിപ്പോക്ക്. എന്തെന്താ ഇതിനു വേണ്ടി കാണാന്? ഒരു രസം. ശരി ഉമ്മ. ഓനിക്ക് കൂട്ടുകാരെ തേടിയൊരു പോക്ക. പോയാലും ഉള്ളില് തീയ. ഇത്ര വലിയ ചെക്കൻ പോണോണ്ട് ഇങ്ങക്ക് എന്താ താത്ത? അനക്ക് ഒറ്റക്ക് നിക്കാൻ പേടിയാണെങ്കിലേ ഓനെ കൊണ്ടൊരു പെണ്ണെട്ടിക്ക്. അപ്പൊ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ? എപ്പോഴെങ്കിലും ഓളെ ഒന്ന് കണ്ടുപോയാ എന്റെ മോന് ചോറിറങ്ങൂല. അതും തൊട്ടടുത്ത വീട്. ഈ അതും ഇതും പറഞ്ഞ ഓന്റെ വക്കാലത്ത് പിടിക്കാതെ വേറെ ഒന്നിനും നോക്ക്. ഓന്റെ ചില യാത്രകൾ കാണുമ്പോ പേടിയാവുക. എന്തിന്? ഒന്നുമില്ല. ഫേസ്ബുക്കിൽ എന്റെ ഫുൾ നെയിം ഷംസ് മോഹിത്തെന്ന. ഇഷ്ടമുള്ളവര് ഷംസ് എന്ന് വിളിക്കും. ഇയാളും അങ്ങനെ വിളിച്ചോ. കുട്ടിയുടെ പേരെന്താ? പിന്നെ എന്നെ നേരത്തെ അറിഞ്ഞിട്ടാണോ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് ഇട്ടത്? നോ, നസീബ എന്ന പേര് എനിക്ക് വലിയ ഇഷ്ടമാണ്. സത്യമാടാ. ആ പേരിൽ എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു. മൊഹബത്തിലെ മുന്തിരിത്തോപ്പ് പോലുള്ള എന്റെ പ്രണയത്തിലെ ചുവന്ന മുന്തിരി എന്റെ നസി. എന്നെ വിട്ട് അവൾ പോയി മറന്നു. നോ ഡിയർ. പക്ഷേ നസീബ എന്ന പേരുള്ള തന്നെ കണ്ടപ്പോ മുതൽ നസി ഞാനെന്നാ വെച്ചോട്ടെ. അല്ല, പെട്ടെന്ന് എന്റെ നസി ഓർമ്മ വന്നു. ഞാൻ ഒരിത്തിരി നേരം തനിച്ചിരിക്കട്ടെ. ഒന്ന് ഇരുന്നോട്ടേടാ. ഓക്കെ ഡിയർ. ഐ മിസ് യുടാ. ഐ മിസ് യു. ഓക്കെ. 100 തവണ എത്ര പറഞ്ഞവനും മനസ്സിലാവും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മീറ്റിംഗിലായിരിക്കുമ്പോ വിളിക്കരുതെന്ന്? നീ തന്നെ പോയി വിളിച്ചാ മതി. അല്ലെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് പോയിക്കൂടെ? ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് അല്ലേ? പ്രിൻസിപ്പാളിനോട് അവളുടെ ബാപ്പ ചത്തുപോയെന്ന് പറ. മിസ്സോ? ഞാൻ നാളെ അങ്ങോട്ട് വരാമെന്ന് പറ. ശരി. ഏതെങ്കിലും സദാചാരക്കാർ കേട്ടോ എന്തോ. എവിടേക്കാ? 2 കോഴിക്കോട്. 2 കോഴിക്കോട്. ഇതെപ്പോഴാ കോഴിക്കോട് എത്താ? 5 മണിയാവും. ഹലോ, നീ എവിടെ എത്തിയാ? ഇല്ല, എത്തുമ്പോ വിളിക്കാം. ഞങ്ങള് കോളേജ് ഹോസ്റ്റലിൽ നേരെ ബസ് കയറി. നീ സ്റ്റാൻഡിലുണ്ടായാൽ മതി. അമ്പിളി പിന്നില്ല. ചുറ്റിലും അവളുടെ ആൾക്കാരുള്ളത് കൊണ്ട് ഞങ്ങൾ വെവ്വേറെ ഇരിക്കുന്നത്. നീ ഫോൺ വെച്ചോ. എത്താറാകുമ്പോൾ ഞാൻ വിളിക്കാം. അതെ, അയച്ച ഫോട്ടോ തന്നെ ഉള്ളവരല്ലേ? അമലയുടെ അടുത്ത് കയറിട്ട് വേറെ വേറെ ഇരിക്കണേ. ചങ്കുവട്ടി എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ വണ്ടി പട്ടിട്ട് പിടിച്ചു. ആ നേരത്തെ ബേക്കിലുള്ള വണ്ടിയിൽ നീ ഒന്ന് കയറിക്കോ. ആ ചുള്ളനെ നമ്മുടെ ഗഡികൾ മറ്റേ വണ്ടിയിൽ കയറ്റിക്കൊള്ളൂ. ഓക്കെ ഓക്കെ. ആ ശരി എന്നാ.
എന്റെ പേഴ്സ് കാണാനടാ പോക്കറ്റിലുണ്ടാവും നോക്ക്. ഞാൻ ഇന്നലെ എടുത്തിട്ട് പൈസ കൊടുത്തത് എന്നിട്ട് ഞാൻ കറക്റ്റ് വെച്ചതാണ്. നീ നന്നായി നോക്കിയേ. ഇല്ലാന്നേ പോക്കറ്റിൽ വെച്ചാൽ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. പലരും പോക്കറ്റ് അടിച്ചിട്ടുണ്ടാവും. എന്റെ പേഴ്സ് കാണല്ല. ആരെ പോക്കറ്റ് അടിച്ചു? പോക്കറ്റിലൊക്കെ നോക്കിയേ. ആ സീറ്റിനടിയിൽ അങ്ങനെ നോക്ക്. ഇല്ലാന്നേ എന്റെ പോക്കറ്റിൽ നിന്ന് ആരെടുക്കണ പോലെ തോന്നി. വണ്ടി നിർത്തിയ വണ്ടി നേരെ സ്റ്റേഷനിലോട്ട് പോട്ടെ. വണ്ടി സ്റ്റേഷനിലോട്ടാ. അയ്യോ അത് വേണ്ട. ഞങ്ങൾക്ക് വേഗം എത്താനുള്ളതാ. സ്റ്റേഷനിൽ പോയ നേരം വൈകും. തന്റെ പേഴ്സിന് എത്ര കാശ പോയെന്ന് വെച്ച് ഞാൻ തരാം. പോലീസ് സ്റ്റേഷനിലൊക്കെ പോയാലേ വീട്ടിലെത്താൻ നേരം വൈകും. മോളെ പേഴ്സിൽ പൈസ മാത്രല്ല, ഡ്രൈവിംഗ് ലൈസൻസ്, ATM കാർഡ്, ആധാർ കാർഡ് വരാനില്ല. അയ്യോ ആധാർ പോയ പ്രശ്നമാണ്. സ്വന്തം വീട്ടിൽ കയറണമെങ്കിൽ അത് ലിങ്ക് ചെയ്യണം. വണ്ടി നേരെ സ്റ്റേഷനിലോട്ട് പോട്ടെ. ആ പിന്നെ ഇതെങ്ങാനും പുറത്തു പോയെന്ന് ലിങ്ക് ചെയ്യാന്ന് വെച്ചാൽ ഭാര്യ വീട്ടിൽ കയറത്തില്ല. എന്താ ചെയ്യാ? എനിക്കിവിടെ ഇറങ്ങണം. എനിക്ക് ഞങ്ങൾ വേറെ വണ്ടി പോക്കോളാം. അതെങ്ങനെ ശരിയാവും? അതെങ്ങനാ? ചിലരെ മാത്രം ഇറക്കി വിട്ടാല് ചെക്ക് ചെയ്യുന്നെങ്കിൽ എല്ലാരും ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ആരെയും ചെക്ക് ചെയ്യണ്ട. എന്നാ പിന്നെ എന്നെ മാത്രം ഇറക്കി വിടും, അല്ലെങ്കിൽ എന്റെ പ്ലാമത്തെ തെറ്റും. അപ്പൊ താൻ പ്ലാൻ ചെയ്ത് പോക്കറ്റ് അടിക്കാൻ വന്നതാ. ജോസഫ് വണ്ടി ചവിട്ടി വിടാ സ്റ്റേഷനിലേക്ക്. വണ്ടി വിടും. അതെ, നമ്മുടെ പ്ലാമത്തെ തെറ്റിയിട്ടാ. ഈ മാംസങ്ങളും മനുഷ്യനെ ഇറങ്ങാനും സമ്മതിക്കത്തില്ല. ഹലോ, എവിടെ പോന്നു? മൂത്രമൊഴിക്കാൻ. അത് അവരെ ഒഴിപ്പിച്ചോളും. അങ്ങോട്ട് നടക്കും. വലിയ നോക്കുന്നു. പേരെന്താണ്? മജീദ്. ആ പൊക്കോ. പേരെന്താ? ജാനകി. ഏജ് 48. വീട് എവിടെയാ? ആ മരക്ക്. പേര് ഷംസ് മോഹിൻ. ഷംസ രായം മരക്കാർ. വീട്ടിൽ ഷംസുദ്ദീൻ എന്ന് വിളിക്കും സാർ. മോഹിതാര? ആ വാപ്പാടെ പേരാ മൊയ്തീൻ. രായം മരക്കാർ വീട്ടിൽ തന്നെ. പിന്നെ ഫേസ്ബുക്കിൽ സ്റ്റൈലിന് വേണ്ടി ഷംസ് മോഹിത് എന്നാക്കിയതാണ്. വയസ്സ് 25. 25? ഈ ആഗസ്റ്റ് 25 45. സാറേ ഞങ്ങളെല്ലാം ഈ ബസ്സിൽ വന്ന് ഞങ്ങളെല്ലാം ചോദ്യം ചെയ്തപ്പോ ഒരാളെ മാത്രം ചോദ്യം ചെയ്യാൻ പോയി. ആ ബസ്സിന്റെ ഇങ്ങോട്ട് വേടാ. റിനീഷ്. പോയിക്കോ. എന്താ പേര്? അമ്പിളി. വീട് എവിടെയാ? കൊയിലാണ്ടി. സാജൻ കൊയിലാണ്ടി. എവിടെ പോയതാ? തൃശ്ശൂർക്ക്. എന്താ ജോലി? പെയിന്ററാണ്. വേറെ ആരാ കൂടെ? ഞാനും അവരും കൂടെ. കസിനാണ്? അല്ല സാറേ, ലവറാ. അത് തനിക്ക് എങ്ങനെ അറിയാം? ഓരുടെ കണ്ണിലുണ്ട് സാറേ മുഖബത്ത്. പിന്നെ ഒളിച്ചോടുന്നതിന്റെ ഭയവും. സത്യാണോടാ? സത്യാണ് സാറേ. എൻഗേജ്മെന്റ് അടുത്തിരിക്കുക. വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. നീ എന്താ മിണ്ടാത്തെ? പറഞ്ഞു കൊടുക്കടാ, ആനന്ദ് സാറിന്റെ മോളെ നീ ആയിട്ട് വിളിച്ചോടെ പോകണമെന്ന്. എവിടെ പോയാലും സാറിനെ വിടില്ലാട്ടാ. ആവുന്നുണ്ടല്ലോ സാറേ, പക്ഷെ എനിക്കറിയാല്ല സത്യം. അതെങ്ങനെയാടാ ഈ സത്യങ്ങളെല്ലാം ഇത്ര കൃത്യമായിട്ട് നിനക്കറിയുന്നേ? നീ ഇവന്റെ കൂട്ടുകാരനാ? അല്ല സാറേ, ഇവരെ വാച്ച് ചെയ്യിപ്പിച്ചത് എന്നെയാ. ആര്? ആനന്ദ് സാറ്. ആനന്ദ് സാർ കൊട്ടേഷൻ ഏൽപ്പിച്ചത് ശശിയേട്ടനാ. ഐ, നമ്മുടെ തൃശ്ശൂർ ശശിയേട്ടൻ. എന്നിട്ട് നീ വാച്ച് ചെയ്തോ? ഓ സാറേ, ചങ്കുവെട്ടി എത്തും മുമ്പ് ഹൈവേയിൽ വണ്ടി വട്ടം വെച്ച് ഇവരെ വണ്ടി നടക്കണം. കുട്ടീനെ അച്ഛൻ കൊണ്ടുപോകും, ചുള്ളനെ ശശിയേട്ടനെ കൊണ്ടുപോകും. എന്താ നിന്റെ പേര്? സോമൻ. സോമ. നിന്റെ ഫോൺ അങ്ങോട്ട് എടുത്തേ. എന്നിട്ട് ശശിയേട്ടൻ അങ്ങോട്ട് വിളിക്കാം ഐശ്വര്യമായിട്ട്. അവിടെ അല്ല, ഇവിടെ സ്പീക്കറില്. ഹലോ ശശിയേട്ടാ, ഞാനാ സോമൻ. ശശിയേട്ടാ, എന്നെയും പിള്ളേരും ബസ്സിറക്കം പോലീസ് പൊക്കി. ആനന്ദൻ സാറിനോട് വന്നിട്ട് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ. ആ കട്ടെ സാറേ, ഒരു മിനിറ്റ്. ശശിയേട്ടൻ, നമ്മുടെ വണ്ടിയിൽ തോക്കോ ബോംബോ വാളുണ്ടെങ്കിൽ മാറ്റിക്കട്ടാ. പിടിച്ചാലേ തൊണ്ടി മുതലാ. അയ്യോ സാറേ, പേഴ്സ് കിട്ടി. പോക്കറ്റിലുണ്ടായിരുന്നു. താൻ പിന്നെ എവിടെ നോക്കിയിട്ട് തന്റെ പേഴ്സ് പോക്കറ്റ് പോയി പറഞ്ഞേ? സാറേ അപ്പൊ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതൊരു മാജിക് പോലെ എന്റെ പോക്കറ്റിലിരിക്കണു. ശരിക്കും നോക്കാതെ ആയിരിക്കും. വെറുതെ ട്രിപ്പും കളഞ്ഞു സമയം കളഞ്ഞു. മാജിക് കാണിക്കാൻ പറ്റിയ സമയം. പോയേ.
കലക്കില്ലേ? ഷംസല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ഇല്ല. ഞാനാ FB-യിലെ ജാനറ്റ്. 25 വയസ്സെന്നും പറഞ്ഞ ആളെ പറ്റിക്ക. 45-കാരൻ കിളവൻ. നല്ല വേനേട്ടാ. വേദനയൊന്നും അല്ലടാ മോനെ. ആ പോയവളില്ലേ, അവളുടെ FB-യിലെ പേര് ജാനറ്റ് എന്നാ. 17 വയസ്സേ ഉള്ളതും പറഞ്ഞ് എന്നോട് ചാറ്റ് ചെയ്തോണ്ടിരുന്നത്. 18 വയസ്സാകാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതും ഓർത്ത് കരഞ്ഞു പോയതാ. ശരി. അപ്പോ താനാണ് അയാളുടെ പേഴ്സ് എടുത്തത്? മനഃപൂർവ്വം അല്ല സാറേ. ആ പിള്ളേരെ അപായപ്പെടുത്താൻ ഗുണ്ട ആർക്കൊക്കെ ഫോൺ ചെയ്ത് കേട്ടപ്പോൾ അവരെ സ്റ്റേഷനിൽ എത്തിക്കാൻ വേറെ വഴിയില്ലായിരുന്നു. ആ കുട്ടിയുടെ വീട്ടുകാർ അവരെ എന്തെങ്കിലും ചെയ്താൽ ഈ അടുത്തിടെ പത്രത്തിലൊക്കെ വായിച്ചതല്ലേ നമ്മൾ? ഇറങ്ങൂ. നീ എന്റെ കുടുംബത്തെ നശിപ്പിച്ചല്ലേ? എന്ത് കണ്ടിട്ടാണ് നീ ഇവനെ കെട്ടുന്നത്? മമ്മി എന്തുകൊണ്ടിട്ട് ഡാഡി കെട്ടിയത്? അതും ശരിയാണല്ലോ. അതെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. SI എവിടെയാ? എന്താണോ കാര്യം? എനിക്ക് എന്റെ മോളെ വിട്ടു കിട്ടണം. അതിന് കുട്ടിയാരോട് പിടിച്ചു വെച്ചിട്ടില്ലല്ലോ. അതും ശരിയാണല്ലോ. എന്നാ ഞാൻ എന്റെ മോളെ കൊണ്ടുപോട്ടെ? വരുന്നെങ്കിൽ കൊണ്ടുപോവാം. പക്ഷേ ഈ കുട്ടിയെ എവിടുന്ന് വിട്ടാലും തന്നെ വിടാൻ പോകുന്നില്ല. ഇയാളെ കൊല്ലാൻ ഗുണ്ടകളെ അയച്ച തന്നെ ഞാൻ അകത്തിടും. അയ്യോ, ഞാൻ ഗുണ്ടകളൊന്നും അയച്ചിട്ടില്ലല്ലോ സാർ. ശശിയുടെ കൊട്ടേഷൻ കൊടുത്ത സാറല്ലേ? ഞാനല്ല SSR പറഞ്ഞു. തട്ടിക്കിട്ട് പോകൽ, കൊലപാതക ശ്രമം, കാപ്പ ചുമത്തി 6 മാസം സാറിനെ ഒരു ജയിലിലടയ്ക്കും. കേട്ടല്ലോ. അപ്പൊ ഞാൻ ഈ സ്റ്റേഷനിൽ വെച്ച് പിള്ളേരുടെ വിവാഹം നടത്തി കൊടുക്കാൻ പോവാ. പിന്നെ തനിക്ക് എതിർപ്പുണ്ടെങ്കിൽ കല്യാണം വേണ്ടെന്ന് വെക്കാം. പക്ഷെ തന്നെയും ഭാര്യയും ഒരു 14 ദിവസം റിമാൻഡിലിടും. അയ്യോ. പിന്നെ കേസ്, കോടതി, ഒരു 6 വർഷം വരെ ജയിലിൽ കിടക്കാനുള്ള വകുപ്പുണ്ട്. എന്ത് തീരുമാനിച്ചു? കല്യാണം നടക്കട്ടെ സാർ. കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ? അപ്പൊ ആനന്ദ സാറിന്റെ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി. ഞാനിവിടെ പോട്ടെ. ബാലൻസ് കിട്ടണ്ടെന്ന് ചെല്ലേ. നിക്കണേ, ഞാനുണ്ട്. നിങ്ങൾ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ആ വണ്ടിയെ കയറി പോണ്ടി വരും. എടോ, താനെന്തിനോട് തന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ ഒഴിവാക്കാൻ നോക്കി? ഒഴിവാക്കിയല്ലേ സാർ, ഞാൻ രക്ഷിക്കാൻ നോക്കിയതാ. വരുന്നുണ്ടോ? ഒരു മിനിറ്റ് സാർ. എന്റെ ഭാര്യ നോക്കി. അവളെ കല്യാണം കഴിച്ച അന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. സാറിന്റെ മോളെ നോക്കിയേ. എന്റെ ഭാര്യയുടെ അതേ സ്വഭാവ. ആ ചെക്കൻ അവളെ കെട്ടിയന് അനുഭവിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. അന്ന് അവന് മനസ്സിലാവും ജീവിതകാലം മുഴുവൻ അവളുടെ കൂടെ പീഡനം അനുഭവിക്കുന്നതിലും ഭേദം ഗുണ്ടകളുടെ ഒരു ദിവസത്തെ ഇടിയായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? പാവം പയ്യൻ. സാറേ, ഞാൻ ഇറങ്ങട്ടെ? സാറേ, ഞാൻ ഇറങ്ങട്ടെ? അല്ല, സാറിന്റെ ഭാര്യ എങ്ങനെയാ? എടോ, എല്ലാ ഭാര്യമാരും ഒരുപോലെ കാണരുത്. താൻ പോയേ. അല്ല, കളിച്ച് കളിച്ച്. അയ്യോ. ഹലോ. ഇത്തിരി തിരക്കിലായി പോയി. ചീത്ത വിളിക്കാം. അപ്പൊ മനഃപൂർവ്വം ചതിച്ചതാണല്ലേ? ഒത്തിരി നാളായി അക്കരെ നിന്നൊരു മുത്തല്ലേ, ഇക്കരയെന്നും കടവത്ത് നിന്ന് സ്വപ്നം കണ്ടൊരു സ്വത്തല്ലേ. ഒത്തിരി നാളായി അക്കരെ നിന്നൊരു മുത്തല്ലേ, ഇക്കരെ എന്നും കടവത്ത് നിന്ന് സ്വപ്നം കണ്ടൊരു സ്വത്തല്ലേ. ഇന്നാണൊന്നാം രാവ് പുതുമുല്ലപ്പൂവിൽ മുങ്ങി, എല്ലാം തമ്മിൽ ചൊല്ലുവതിന്നാണ്.
ഒത്തിരി നാളായി അക്കരെ നിന്നൊരു മുത്തല്ലേ, ഇക്കരയെന്നും കടവത്ത് നിന്ന് സ്വപ്നം കണ്ടൊരു സ്വത്തല്ലേ. ഈണമൊളിക്കും കുയിലല്ലേ, പീലി മറയ്ക്കും മയിലല്ലേ, ഓരോ നാളും പുലരുമ്പോൾ ഓർമ്മക്കടലിൻ തിരതല്ല്, കൂടെ വന്നാലെന്നുമുള്ളി തേരിറങ്ങും മഴവില്ല്, പൂനിലാവിൽ നാം ഇരുപേരും പ്രേമമഞ്ഞിൻ കുളിരല്ലേ, ഇന്നാണൊന്നാം രാവ് പുതുമുല്ലപ്പൂവിൽ മുങ്ങി, എല്ലാം തമ്മിൽ ചൊല്ലുവതിന്നാണിന്നാണിന്നാണ്. താളമൊളിക്കും തുടിയല്ലേ, തൂവലൊളിക്കും ചിറകല്ലേ, ഓരോ കൂടും മെനയുമ്പോൾ ഓലെഞ്ഞാലി കനവല്ലേ, രാവുറങ്ങാതെന്നുമെന്നും കാത്തിരിക്കാനിണയല്ലേ, ജീവരാഗം നാം ഇരുപേരും ചേർന്ന് പാടും മൊഴിയല്ലേ, ഇന്നാണൊന്നാം രാവ് മലർവള്ളിക്കുടിലിൽ പാർത്ത്, എല്ലാം തമ്മിൽ ചൊല്ലുവതിന്നാണിന്നാണിന്നാണ്. ഒത്തിരി നാളായി അക്കരെ നിന്നൊരു മുത്തല്ലേ, ഇക്കരയെന്നും കടവത്ത് നിന്ന് സ്വപ്നം കണ്ടൊരു സ്വത്തല്ലേ, സ്വപ്നം കണ്ടൊരു. അതെ, ചങ്കോട്ടി ബസ് സ്റ്റാൻഡിൽ പോകണ്ട, ഇക്കോടെ ഒരു ഓട്ടോ പിടിച്ചാൽ മതി ആ പറഞ്ഞ സ്ഥലത്തേക്ക്. കാണട്ടാ. ഓക്കെ. ഈ കോഴിക്കോട്ടേക്കല്ലേ ടിക്കറ്റ് എടുത്തത്? അതെ, പക്ഷെ നിങ്ങള് പറഞ്ഞ കേട്ടപ്പോ ഇപ്രായത്തിലൂടെ കണ്ടുകൂട്ടിലിടാൻ എനിക്കൊരു പുതിയ അപ്പൊ തെറ്റിയിറങ്ങിയതല്ല. അല്ല, ബുദ്ധിമുട്ടാവോ? നോക്ക്. നസീർ മേലേതിലല്ലേ നമ്മളെ പറപ്പൂർ റോട്ടിലെ? അതെ. ഇപ്പൊ സമയത്ത് ചിലപ്പം കടയിലുണ്ടാവും. അധികം ദൂരം ഉണ്ടോ? ഇവിടെ അടുത്താ. നസീറൊക്കെ ഉണ്ടോ അവിടെ? ഒരേന്ന് പെണ്ണുങ്ങൾ വിളിച്ചോണ്ട് 5 മിനിറ്റ് മുന്നേ പോയതാ. ഓരോ പൊര അറിയൂ? ആ. നസീറിന് എത്ര മക്കളാ? ഒരാൺകുട്ടി 2 പെൺകുട്ടികളാണ്. ഓനിപ്പോ ഉപ്പാന്റെ കൂടെ തന്നെയാണ് കച്ചവടം. ഭാര്യ സുഖമില്ലാണ്ട് കിടപ്പായിരുന്നു. എന്തു പറ്റിയതാ? പെട്ടെന്നൊരു ദിവസം ഒരു ഭാഗം തളർന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നടക്കണ്ടെന്ന് പെരയിലെ പെണ്ണുങ്ങളൊന്ന് പറഞ്ഞിരുന്നു. എത്ര കേട്ടോ? 30. ശരിയെന്നാ.
അലിമ ആരാ നോക്കിയ എനിക്കിന്ന് പോവാമോ? പിന്നെന്താ, ഉഷാറായില്ലേ? ഇപ്പൊ തന്നെ സ്ഥലം കാലിയേക്കോ. പിന്നെ ഈ സ്ട്രെയിൻ അധികം എടുക്കരുത്, ഈ ഓവർ ടെൻഷനെ. ഇനി ഇങ്ങനെ ഉണ്ടായാലേ കഴിക്കാൻ ഒരു മരുന്ന് എഴുതരാം. ഓ, ഞാൻ താഴെ ബില്ലടിച്ചിട്ട് വരാം. എല്ലാം ശരിയായിക്കോളൂ. ആ, ഇക്ക റൂമിലുണ്ട്, ഡിസ്ചാർജ് ആയി. ഞാൻ മരുന്ന് പിടിക്കാൻ വേണ്ടി പോവാം. ശരി. അസ്സലാമലൈക്കും. നിങ്ങൾ നമ്മളെ പേടിപ്പിച്ചാളഞ്ഞല്ലോ ഒന്ന്. ഓളന്വേഷിച്ച ഒരാൾ വന്ന് പറഞ്ഞപ്പോ ഓൾക്കും നിങ്ങളെ പോലെ പ്രഷർ കയറി. എൻ്റെ പേരെന്നെ ഓൾക്കായതുകൊണ്ട് നമ്മൾ വലിയ കൂട്ടായിരുന്നു. ഓള് ഓർഫനേജിൽ വെച്ചാ പ്രസവിച്ചേ. ഞാനാ നോക്കിയത്. കുട്ടി ഇത് ഓളന്നെയാ. ഓളെന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഒരു കത്ത് അയച്ചിരുന്നു, കാസർഗോഡാണെന്നും പറഞ്ഞിട്ട്. കാസർഗോഡ് എവിടെയാ? ഇന്റെ ഓൾക്ക് ബന്ധം പറയാനും കത്തയക്കാനൊന്നും ആരും ഇല്ലാത്തോണ്ട് ആദ്യമായും അവസാനമായും കിട്ടിയ കത്ത് ഓള് സൂക്ഷിച്ചിരുന്നു. ഇന്നലെ നിങ്ങൾ വന്നപ്പോ ഇത് ഞാൻ തപ്പിയെടുത്തു. ദാ, വെള്ളമൊന്നും കിട്ടാത്തൊരു സ്ഥലത്താ, കർണാടക സ്റ്റേറ്റിന്റെ അടുത്ത്. വെള്ളം എടുക്കണമെങ്കിൽ അതിർത്തി കടന്ന് കർണാടകത്തിൽ പോണെന്ന് എഴുതിയിട്ടുണ്ട്. എവിടെ ഉണ്ടാക്കി വെച്ച ചോറ് അത്രയും കേടായിനി. മാ എന്റെ കൂടെ ബസ്സിലുണ്ടായി കേക്ക് തലവിറ്റ് ഇപ്പൊ ആശുപത്രിയിലാ. ഒറ്റക്കാക്കിട്ട് പോരാന്നൊന്നുമില്ലമ്മ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇല്ല, ഡിസ്ചാർജ് ആയി. ഓരോ ബസ് കയറ്റി ഞാൻ വരാം. അപ്പൊ എന്നാ ഞങ്ങൾ ഇറങ്ങി. അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം. വരട്ടെ മോനെ. ശരി, ബില്ല് അടച്ചു. അടച്ചു. ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാം. അടുത്താളെ ടിക്കറ്റ് ചുമ്മാരി ഞാൻ കൊടുത്തോ. ഞാൻ കൊടുക്കാം. 2 കോഴിക്കോട്. കോഴിക്കോടല്ലേ? ഇനിയിപ്പോ എങ്ങടാ? നേരെ കാസർഗോഡ്. നീ വരുന്നു? അയ്യോ, ഇനിയും വൈകിയ ഉമ്മ ഓടിക്കും. ബുദ്ധിമുട്ടായോ? നീ ഇവിടെ പോയതാ? ഞാനും ഒരാളെ തേടി ഇറങ്ങിയതാ. ആര്? താട്ടിയെ? അല്ല, ഇതൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ. അല്ലാതെ ഞാൻ നിങ്ങളെ പോലെ പ്രേമം കൊണ്ടിട്ട് ഇറങ്ങി പുറപ്പെട്ടല്ല. നിങ്ങൾക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു? പകലന്തി ഞാൻ കിനാവ് കണ്ട് പച്ചപ്പനങ്കിലിയെ നനച്ചുകൊണ്ട് പറന്നു പോയി നീ അകന്നതെന്ത് ഒന്നും പറയാതെ നീ പിരിഞ്ഞതെന്ത്? അബ്ദുൽക്ക, കോഴിക്കോടെത്തി. പോണ്ടേ, ബാ. ചേട്ടാ, ഈ കാസർഗോഡ് എപ്പോഴാ ബസ്? ഒരു മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് ബസ് ഉണ്ടായിരുന്നു. മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് പോയടാ. ഇപ്പൊ പോയിട്ടുള്ള ഇനി 2 മണിക്കാളുള്ളത്.
കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബന്തെടുക്ക പെർളയ്ക്ക് എപ്പോഴും ബസ് ഉണ്ടാവും. പെർളക്കാണെങ്കിൽ KSRTC ഒരു ബസ് 4:15 കാസർഗോഡ് സ്റ്റാൻഡിൽ നിന്ന് എപ്പോഴും ബസ് ഉണ്ടാവില്ല പെർളക്ക്. അതുകൊണ്ട് അതിൽ പോകുന്നത് നല്ലത്. അതേപോലെ അതിൽ പോലെ അതൊരു വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കേക്കാം. വാ. അത് വേണ്ടടാ, ഇനിയിപ്പോ കുറച്ച് സമയമല്ലേ ഉള്ളൂ. കോഴിക്കോട് ബീച്ച് ഇവിടെ അടുത്താണോ? ഒന്ന് പോയി കണ്ടേക്കാം. ഇനിയിപ്പോ അടുത്തൊരു വരവ് ഉണ്ടായില്ലെങ്കിലോ? വാ. ഭാഗ്യം പിടിക്കും. എന്റെ ഒപ്പം കൂടിയാലെങ്ങനാ? നിനക്ക് വീട്ടിൽ പോണ്ടേ? ഉമ്മ കാത്തിരിക്കൂല്ലേ? അത് കുഴപ്പമില്ല, ഒരു മണിക്കൂർ കൂടി സഹിച്ചോളാം. കാത്തിരിക്കുന്നത് ഉമ്മയല്ലേ, സഹിച്ചോളും. വേറെ ആരും അല്ലല്ലോ. കാത്തിരിക്കാനൊക്കെ വേറെ ആളുണ്ടായതാ, പക്ഷെ ഒന്നും അത്ര നല്ലതല്ല തന്നത്. അതൊക്കെ വലിയ കഥയൊക്കെ. ഞാൻ എന്തൊക്കെയാണ് ഇവിടെ ഇറങ്ങി പുറപ്പെട്ടെന്ന് അറിയോ? നിങ്ങളെന്നാ പിള്ളേരുടെ കല്യാണം നടത്തി കൊടുത്തില്ലേ? അതേപോലെ ഒരാളെ എനിക്കുണ്ടാകില്ലെന്ന് ഞാനത് ആഗ്രഹിച്ചു പോയി. എന്താ ഉണ്ടായി? പാരമ്പര്യം ചൂണ്ടിക്കാണെങ്കിൽ ഒരാളില്ലാണ്ടായി പോയി. ഒരുമാതിരി പഴയ സുരേഷ് ഗോപി പടല്ലേ. കഞ്ചാവ് സാബാണ്. സ്കൂളിട്ട് കഞ്ചാവ് എടുക്കലാണോ അവന്റെ പണി? യൂണിഫോം ഇട്ട 3-4 സ്കൂൾ പിള്ളേർ വേറെ വഴിക്ക് ഓടിയിട്ടുണ്ട്. എന്തിനാ ബസ്സിൽ പോണേ? ട്രെയിനിന് പോക്കൂടെ? ബസ്സാണ് രസം. ട്രെയിനാകുമ്പോ സ്വസ്ഥമായിട്ട് പോക്കൊടുക്ക. ട്രെയിനുകൾ സഞ്ചരിക്കുന്നത് സംസ്കാരങ്ങൾക്ക് പിന്നിലൂടെയാണ്. കണ്ടിട്ടില്ലേ, എല്ലാ ട്രെയിനുകളും പുറകിലൂടെയാണ്, ദുരൂഹതകളിലേക്ക്. ബസ് അങ്ങനെയല്ല, നമുക്ക് മുന്നിലൂടെ, നമ്മുടെ ഇടയിലൂടെ. നിങ്ങളെന്താ സംഭവം? ഇതിലൊരുത്തന്നെ ഓടിപ്പോണ്ടാ. അങ്ങോട്ടോടി. ആ നീ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാ? ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ എന്തിനാ എന്നടിക്കണേ? നീ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരാളെ തട്ടിട്ട് ഓടി ഓർമ്മയുണ്ടാ? അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? അതിന് ഇത്ര അടി അടിക്കണ? ഒരടി അടിച്ച പോരെ അല്ലേ? അവനടിച്ചത് അതിനാ, പക്ഷെ ഞാൻ തല്ലിയത് അതിനല്ല. പിന്നെ അനക്ക് കുട്ടിയൊക്കെ കഞ്ചാവ് കൊടുക്കലാടാ പണി. പറ മോനെ, എവിടാ നിന്റെ താവളം? അവിടേക്ക് നിന്റെ പിള്ളേരെ കൂടെ വിടും. എനിക്ക് കുത്തുന്നതിന്റെ ചങ്കുലായിരുന്നു. ഇവിടെ നിന്ന സൈനബത്തയുടെ ചായക്കടയും ബോംബെ ഹോട്ടലും ബീച്ചും ഒക്കെ കാണാല്ലേ? കോഴിക്കോട് നേരത്തെ വന്നിട്ടുണ്ടോ? ഇല്ലടാ, കോഴിക്കോട്ടുകാർ കുറെ പണിക്കാരുണ്ടായിരുന്നു ഹോട്ടലിൽ. ഓര് പറഞ്ഞു കേട്ടിട്ടുള്ളതാ. വീട്ടിലുണ്ടാക്കി സഞ്ചിയിലാക്കി വിൽക്കാൻ കൊണ്ടുവരുന്ന കല്ലുമ്മക്കായുടെ കഥ പറഞ്ഞ് വായി കപ്പലൊട്ടിയിട്ടുണ്ട് ചങ്ങായിമാര്. ഓരോ നാട്ടിൽ പോയി വരുമ്പോ കൊണ്ടുവരും. എന്താ രുചി! ഈ തിന്നിട്ടുണ്ടോടാ? അയ്യോ, കോഴിക്കോട്ടുകാരായിട്ട് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല? അതെങ്ങനാ? മുലപ്പാലിന്റെ രുചി മാറും മുമ്പ് അതിനേക്കാളും വലിയ രുചി തേടിയുള്ള ഓട്ടോ ഇല്ലേ? ആ സഞ്ചിയിൽ വിൽക്കാൻ വെച്ചേക്കണ കല്ലുമ്മക്കായ്ക്ക് എന്താ ഇത്ര രുചിയെന്നറിയൂ? ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള അരി വാങ്ങാൻ, അല്ലെങ്കിൽ മരുന്ന് വാങ്ങാൻ, അതുമല്ലെങ്കിൽ ഇങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കാൻ, ഓരോരോ കഷ്ടപ്പാടും വേദനകളും ചേർത്തുണ്ടാക്കിയതാ അത്. അതുകൊണ്ടാ അതിനിത്രയും രുചി. ഇതുപോലുള്ള വേദന നിങ്ങളല്ലാതെ വേറെ ആരാണ്ടാ മാറ്റി കൊടുക്കുന്നത്? ലോകത്തുള്ള ഏറ്റവും വലിയ ലഹരി എന്താന്ന് നിനക്കറിയൂ? കുടി.
ദൈവൻ കട്ടൻ ചായ. സങ്കടം വന്നാലും സന്തോഷം വന്നാലും കട്ടൻ ചായയുടെ രുചിയുടെ ലഹരി വേറൊന്നിനും കിട്ടില്ല. എന്തു പറ്റി? ഒരാലോചന. ഒന്നുമില്ല. നിങ്ങൾ ഭയങ്കര സംഭവട്ടാ. എല്ലാവരുടെയും കണ്ണിലോക്കി മനസ്സിലുള്ള എന്താന്ന് പറയണ ആളല്ല നിങ്ങള്. എന്റെ കണ്ണിലോക്കി പറയാമോ എന്റെ ഉള്ളിൽ എന്താന്ന്? പ്രണയ നൈരാശ്യമാണോ കാണുന്നത്? പക. എന്റെ കണ്ണിൽ ഒരു കനലെരിയുന്നുണ്ട്. പോയിക്ക. നിങ്ങളുടെ കണ്ണിലോക്കി നിങ്ങളുടെ ഉള്ളിൽ എന്താന്ന് ഞാൻ പറയട്ടെ. നിങ്ങളുടെ ഉള്ളിൽ പ്രണയാണ്. നിങ്ങള് മോഹബത്തിൻ സുൽത്താനാ. നിങ്ങള് വെറും കുഞ്ഞബ്ദുള്ളല്ല, മോഹബത്തിൻ കുഞ്ഞബ്ദുള്ള. മുഹബത്തിൻ കുഞ്ഞബ്ദുള്ള. അപ്പോ ഹലോ മിസ്റ്റർ മൊഹബത്തിൻ കുഞ്ഞബ്ദുള്ള, തിരിച്ചു വരുമ്പോ ഒറ്റയ്ക്ക് വരരുതിട്ടോ. സാറേ, ഇതേതാ സ്ഥലം? ഇത് ലാസ്റ്റ് സ്റ്റോപ്പാ, ഇറങ്ങിക്കോ. ഇവിടെ അടുത്ത് അതിന് ലോഡ്ജ് വല്ലതും ഉണ്ടാവും? ഇവിടെ ആദ്യമായിട്ടാണല്ലേ? എവിടേക്കാ? ഒരാളെ കാണാനാ. ലോഡ്ജൊക്കെ കിട്ടണമെങ്കിൽ 10 കിലോമീറ്റർ പുറകോട്ട് പോകണം. നേരത്തെ പറയുകയാണെങ്കിൽ അവിടെ ഇറക്കിയാനല്ലോ. അറിയില്ലായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞ് വെള്ളം പിടിക്കാൻ പോവാ. രാവിലെ പിടിക്കാന്ന് വെച്ചാ അപ്പിട്ട് കേൾക്കാൻ പോലും വെള്ളം കിട്ടില്ല. എന്റെ തന്തയ്ക്ക് സർക്കാർ ജോലിക്കാർക്ക് മാത്രമേ പെണ്ണോട് വെള്ളം എടുക്കാൻ പോയതാമേ. അതെ അതെ. അമ്മ കിടന്നോ? ഉറക്കം കളയണ്ട. അമ്മ മരുന്ന് കഴിച്ചല്ലോ അല്ലേ? എന്നാ വെച്ചോ. ഈ പ്രഷറിന്റെ മരുന്ന് കഴിക്കാൻ അമ്മ ചിലപ്പോൾ മറന്നു. മരുന്ന് കഴിച്ചില്ലേ ചോദിച്ചില്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഉറക്കവും വരില്ല. ആ, നിങ്ങളാ പായെടുത്തു. ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് 4:30. ഇക്കാക്കുള്ള വെള്ളം കൂടി കുടുന്നുണ്ട് കേട്ടാ. വലിയ കുളിക്കൊന്നുള്ളതില്ല കേട്ടാ. നാട്ടിലെത്തിയാൽ മാത്ര മനസ്സ് നിറച്ച് നനഞ്ഞൊന്ന് കുളിക്കാൻ പറ്റൂ. അത്ര പ്രശ്നമാണോ അവിടെ വെള്ളത്തിന്? ചില ദിവസങ്ങളിൽ തീരെ വെള്ളം കിട്ടില്ല, ചിലപ്പോ ആഴ്ചകളോളം. പിന്നെ റെയിൽവേ ട്രാക്ക് കടന്ന് അപ്പുറത്ത് പോയ കർണാടക സ്റ്റേറ്റാ. കുറച്ച് നടക്കണം. അവിടെ പോയി വെള്ളം പിടിച്ചോണ്ട് വരണം. അവിടെ ഒരു കിണറുണ്ടല്ലോ, അതിന്ന് എടുത്തുകൂടി? ആദ്യം കിട്ടിയിരുന്നു, ഇപ്പൊ നിന്നു. ഇപ്പോ വേസ്റ്റ് ഇടാ ഉപയോഗിക്കുക. കുടിവെള്ളം എടുക്കാൻ പോയ പുള്ളാളാ. അവിടെ എന്താ പറ്റിയത്? അത് 2 പിള്ളന്മാർ ട്രെയിൻ തെറ്റി മരിച്ചതാ. ഈ പൈപ്പിൽ വെള്ളം നിന്നിട്ടാകുമ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് റെയിൽ അഡം കടന്നത്. വണ്ടി വരുന്ന കണ്ടിട്ടേ ഇല്ല. പാവം.
അത് 2 പിള്ളന്മാർ ട്രെയിൻ തെറ്റി മരിച്ചതാണ്. ഈ പൈപ്പിൽ വെള്ളം നിന്നിട്ടാകുമ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് റെയിൽ അഡം കടന്നത്. വാലേക്കും സലാം. എവിടുന്നാ? പള്ളീന്റെ പിരിവിനാ? അല്ല, കണ്ടാൽ അങ്ങനെ തോന്നൂല്ലേ? ഞാനൊരാളെ കുറിച്ച് അറിയാൻ വന്നതാ. ആര്? ഹസനാജി. എന്റെ ഉപ്പന്നെ. ഒന്ന് കാണണല്ലോ. കയ്യേല. അതെന്താ? ആള് പള്ളി അളപ്പില. മയ്യത്ത് കാണാൻ എനക്കും പറ്റിയിട്ടില്ല. കഫീല് ലീവ് വന്നിട്ടില്ല. നിങ്ങ ഉപ്പാന്റെ ചങ്ങായിയാ? അല്ല. പിന്നെ? ഇവിടെ ഉണ്ടായിരുന്ന ഒരാളെ കുറിച്ച് അറിയാനാ. ഇവിടെ ജോലിക്ക് നിന്ന ഒരു അലീമ. അങ്ങനെ ഒരാളുണ്ടായിന? ഞാൻ ഉമ്മാട് ചോദിക്കട്ടെ. നിങ്ങ മീത്ത കയറിയിരിക്കും. അലിമുന്റെ ആര്? ഒരേ നാട്ടുകാരാ ഭീമാ പള്ളിയില്. ആരങ്ങക്ക് ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞെന്ന്? ഓർഫണേജിൽ കൂടെ പഠിച്ചിരുന്ന കുട്ടിയുടെ കത്തിന്ന ഇവിടുത്തെ മേൽവിലാസം കിട്ടിയത്. ഇവിടെ കുടിവെള്ളത്തിന് കേരള അതിർത്തി കടന്ന് കർണാടകത്തിൽ പോകണമെന്ന കാര്യമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയില്ല. ഓള് കുറച്ച് ദിവസം ഉണ്ടായിട്ടുള്ളൂ. ഓളും കുഞ്ഞുണ്ടായിരുന്നു. ഓരനിയൻ ആളത്ര ശരിയല്ലാത്തോണ്ട് മുട്ടിലെത്തിയ എനിക്ക് ഓരന്നെ അയച്ചത്. മുട്ടിലെത്തിയും കാനയോ? ഒക്കെ വയനാട്ടിലുള്ള. ഇങ്ങ ചായ കുടിക്കി. നിങ്ങളെ ചായ മാത്രമല്ല, ചോറും പഴിപ്പിച്ചിട്ടേ ഞങ്ങൾ വിടും. ഇതെന്നെ സന്തോഷം. എന്റെ ഉപ്പാനെ പരതിട്ട് വന്ന ആളല്ലേ. ഉപ്പാന്റെ ചങ്ങായിനെ ഉപ്പാനെ പോലെ സ്നേഹിക്കണമെന്ന് ഖുറാനിൽ പറഞ്ഞത് ഓൻ ഇപ്പഴാ വായിച്ചേ. ആയി പിന്നെ ഉപ്പാന്റെ ചങ്ങായിമാരെയും ആ വയസ്സിലുള്ളവരെയും കണ്ട ഓൻ തക്കരിച്ചിട്ടേ വിടൂ. നല്ല മകൻ. അതെ, അയാത്തുള്ള കാലത്ത് ഓർക്ക് സങ്കടം മാത്രമേ നല്ല ഈ മോൻ കൊടുത്തിട്ടുള്ളൂ. അന്ന് പരിസരത്തോടെ ഉപ്പാന്നൊന്നും വിളിച്ചിരുന്നെങ്കിലാ. അലൈക്കും സലാം. ഇക്ക, ഇടപ്പോ തണ്ണിക്ക് കർണാടകത്തിലൊന്നും പോണ്ട. ഇത് കണ്ട കൊയൽക്കനം. ഈ നാട്ടിലെ ആകെ തണ്ണി കിട്ടുന്ന കൊയൽക്കനം ഞങ്ങളതാ. വേറെ ആരെല്ലാം കൊയൽക്കനം കൊഴിച്ചിട്ടും തണ്ണി കിട്ടിട്ടേ ഇല്ല. എക്കാലത്തും വെള്ളം കിട്ടും. എപ്പോഴും കിട്ടും. ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടാവും ആ കവലയ്ക്ക്? സുമാർ 1 കിലോമീറ്റർ